പറയാനുള്ള വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ റെഫറൻസ് റേഞ്ച് അത് ഞാൻ അടുത്ത സെഷനിൽ 15 മിനിറ്റ് സെഷനിൽ ഞാൻ ഇത് പറഞ്ഞോളാം സാർ, അത് പറഞ്ഞു വെക്കുക. Your time ends. Sir, ends. Your time ends now. Okay sir. Okay sir. Right sir. In the second session le samsarikkanulladu Libin aanu. Libin ready aanu? Are you ready? Yeah, I am ready. So okay. I have proper response for Thomas. Thomas ഇവിടെ ചെയ്ത ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചു കാണും. ഇതൊരു ക്ലാസിക്കൽ സൂഡോ സയൻസ് ചെയ്യുന്ന എല്ലാവരുടെയും ഒരു ക്ലാസിക്കൽ തിങ് ആണ്. ഓടിപ്പോയി വേറെ കുറെ പഠനങ്ങൾ എടുത്തിട്ട് പറയും ഞങ്ങൾ ചെയ്തത് ശരിയാണ്. അവിടെ അവർ എഫിക്കസി കാണിക്കാനായിട്ട് അവര് ബേസിക്കലി കൺട്രോൾ ഉപയോഗിച്ചിട്ടില്ല, അപ്പൊ ഞാൻ ചെയ്തത് കൺട്രോൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ക്ലാസിക്കൽ സൂഡോ സയൻസ് ചെയ്യുന്ന എല്ലാവരുടെയും ഒരു ക്ലാസിക്കൽ തിങ് ആണ്. ഇവിടെ തോമസ് കുറെ കാര്യങ്ങൾ പറഞ്ഞു, ന്യൂ ഇംഗ്ലണ്ട് ജേർണൽ പറഞ്ഞു, WHO റെക്കമെൻഡേഷൻ പറഞ്ഞു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു. വാട്ട് ഹീസ് മിസ്സിംഗ് ദ ഹോൾ പോയിന്റ് ഈസ് സാരാഫെനിബ് ആണെങ്കിലും ക്ലാരിത്രോമൈസിൻ ആണെങ്കിലും ക്ലോറോക്വിൻ ആണെങ്കിലും ഈ പറഞ്ഞ അസിത്രോമൈസിൻ ആണെങ്കിലും ഈ പറഞ്ഞ സകല പഠനത്തിനകത്ത് ഉപയോഗിച്ച സാധനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തമായ തെളിവുകൾ കിട്ടിയതിന് ശേഷമാണ് ഈ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് പോയത്. അതായത് എങ്ങനെ പഠിക്കുന്നത്, ആർസനിക് ആൽബത്തിൽ എവിടെയാണ് തെളിവുള്ളത്? 30C ആർസനിക് ആൽബം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെ ആർക്കും ഉത്തരം അറിയത്തില്ല. ഇതുവരെ എവിടെയാണ് ആർസനിക് ആൽബം 30C ഒരു ഇമ്മ്യൂൺ ബൂസ്റ്റർ ആക്ട് ചെയ്ത് വെച്ചാൽ അറിയത്തില്ല. അപ്പം ഞാൻ തുടക്കത്തിൽ എന്റെ സ്ലൈഡിൽ കാണിച്ചു കംപ്ലീറ്റ്ലി മൂഡലായ ഒരു കാര്യം, ഇതുവരെ തെളിവില്ലാത്ത കാര്യം, മെറ്റീരിയ മെഡിക്കയിൽ പണ്ട് ആരോ എഴുതി വെച്ച ഒരു കാര്യം മാത്രം എടുത്തിട്ട് ഐ ഹാവ് ടു ഫിനിഷ് അത് മാത്രം എടുത്തിട്ട് അദ്ദേഹം പറയുകയാണ് ഓക്കെ അതുകൊണ്ട് ഇതിൽ എഫിക്കസിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട്. രണ്ടാമത് പുള്ളി എത്തിക്കൽ കൺസേൺസിന്റെ കാര്യം പറഞ്ഞു. ഒരു ക്ലിനിക്കൽ ട്രയലിൽ എത്തിക്കൽ എഫിക്കൻസി പറഞ്ഞിട്ടുണ്ട്. ആർസനിക് ആൽബം കൺട്രോൾ ഗ്രൂപ്പിൽ കൊടുക്കാൻ എന്ത് എത്തിക്കൽ കൺസേൺ? രണ്ടാമായി ഡിവൈഡ് ചെയ്യുന്നു. കുറച്ച് പേർക്ക് ആർസനിക് ആൽബം കൊടുക്കുന്നു, കുറച്ചൊക്കെ പ്ലസിബോ കൊടുക്കുന്നു. അവിടെ എന്ത് എത്തിക്കൽ കൺസേൺ ഉള്ളത്? ചുമ്മാ എത്തിക്സ് എന്താന്ന് പോലും അദ്ദേഹത്തിന് അറിയത്തില്ല. ഇവിടെ എഫിക്കസി ഈ പഠനം കാണിക്കുന്ന അദ്ദേഹം പറഞ്ഞത് വളരെ നന്നായി. കാരണം ഇവിടെ അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും പബ്ലിക് കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം ആ ഓരോ മോളിക്യൂളിന്റെ പേരെടുത്ത് ഗൂഗിൾ ചെയ്താൽ വ്യക്തമായിട്ട് കൊട്ടക്കണക്കിന് പേപ്പർ കിട്ടും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. ആർസനിക് ആൽബം പ്രവർത്തിക്കുന്നതെന്ന് 10 പേരോട് ചോദിച്ചാൽ 10 ഉത്തരം കിട്ടും. അത് ഇതേവരെ തെളിയിച്ചിട്ടില്ലാത്ത സാധനമാണ്. ആ സാധനത്തിനകത്ത് ഒരു 30C ഉണ്ടോന്ന് തെളിയിക്കാത്ത കാര്യമാണ്. അപ്പൊ കംപ്ലീറ്റ്ലി കപടമായ ഒരു കാര്യം, അത് കപടമാണെന്ന് തെളിയിക്കാനും ആ എഫിക്കസിക്കകത്ത് കൺട്രോൾ ഇല്ല എന്നുള്ള കാര്യം താങ്കൾ അത് പ്രസ്താവിക്കാനും വേണ്ടിയിട്ടാണ് പുള്ളി പോയത്. ഇനി പ്രധാന കാര്യം, ഈ RCT ഇല്ലാതെ തന്നെ എഫിക്കസി പഠിക്കുമെന്ന് ഉദാഹരണം എടുക്കാം. ഐ ഹാവ് എ സ്റ്റേറ്റ്മെന്റ്, സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. ഇത് നമുക്കിപ്പോ അറിയില്ല എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നമ്മൾ എങ്ങനെ ഈ പഠനം പഠിക്കും? നമുക്ക് കുറച്ച് പേരെ എടുത്ത് ഡബിൾ ബ്ലൈൻഡഡ് സ്മോക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഒക്കെ ചെയ്യാൻ പറ്റത്തില്ല. ഡബിൾ ബ്ലൈൻഡ് റാൻഡമൈസ് ചെയ്തിട്ട് നമ്മൾ ഈ സ്മോക്കിംഗ് കോസ് ക്യാൻസർ അങ്ങനെയുള്ള കേസിൽ നമ്മൾ നോക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈക്ക് ആ ഇന്റർവെൻഷന്റെ എഫക്ട് എന്താണ്, അത് എന്തൊക്കെയാണ്, ആ സ്മോക്കിനകത്തുള്ള കാര്യങ്ങൾ പഠനത്തിൽ എന്തെല്ലാം കാണിച്ചിട്ടുണ്ട്, അത് അപ്പറ്റോസിസ് ഉണ്ടാക്കുന്നുണ്ടോ, അത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാക്കുന്നത് എന്ന് വ്യക്തമായി പഠിച്ചതിന് ശേഷമാണ് we don't have a single RCT to say that smoking causes cancer, but we have mounting evidence, dose dependency, intervention, cross section studies, അങ്ങനെ ക്ലിയർ ആയിട്ട് എക്സ്പോഷർ ഔട്ട്കം ഒക്കെ വെച്ച് വ്യക്തമായി കാണിക്കുന്നുണ്ട്. ഇവിടെ തോമസ് പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നില്ല. തോമസ് ഇവിടെ വെക്കുന്ന വാദം, അതായത് ആർസനിക് ആൽബം 30C എന്ന് പറഞ്ഞ സാധനം ഇമ്മ്യൂണിറ്റി കൂട്ടും എന്ന് ഉള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ കംപ്ലീറ്റ്ലി ഒരൊറ്റ പബ്മെഡ് പേപ്പർ ഇല്ല. താങ്കളോട് പറഞ്ഞല്ലോ ഈ സോളിഡ് ട്യൂമേഴ്സിലൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ കാര്യം, താങ്കളത് പോയി നോക്ക്. ആ മരുന്നുകളുടെ പ്രവർത്തന രീതി എന്താണ്? ഒരു 100 കണക്കിന് പേപ്പർ വരും. പിന്നെ ചില ട്യൂമർ കണ്ടീഷൻസിൽ താങ്കൾ അത് വളരെ നന്നായി പറഞ്ഞു, ഇത് ആൾക്കാർ ശ്രദ്ധിക്കുക. ക്യാൻസർ ഉള്ള ആൾക്കാരിൽ ഒരു ഇന്റർവെൻഷൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലാബിൽ പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മൗസ് മോഡലിൽ പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബാക്കിയുള്ള രീതിയിൽ പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്നേരം ഒരു ട്രയലിന്റെ എഫിക്കസി കാണാനായിട്ട് നമുക്ക് അന്നേരം കൺട്രോൾ ഗ്രൂപ്പിന്റെ ആവശ്യമില്ല. കാരണം അവിടെ എത്തിക്കൽ കൺസേൺ ഉണ്ട്. നമുക്കൊരിക്കലും ക്യാൻസർ ഉള്ള ആളെടുത്ത് നിങ്ങൾക്ക് ക്യാൻസർ ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഡബിൾ ബ്ലൈൻഡ് ചെയ്ത് അവർക്ക് ക്യാൻസർ ആന്റി ക്യാൻസർ അല്ലാത്ത മരുന്ന് കൊടുക്കാൻ പറ്റത്തില്ല. അതൊരു എത്തിക്കൽ കൺസേൺ ഉണ്ട്. ഈ പത്തനംതിട്ട കിടക്കുന്ന ആൾക്കാർക്ക് പ്ലസിബോ ചെയ്യാനായിട്ട് എന്ത് എത്തിക്കൽ കൺസേൺ ആണുള്ളത്? ഇതൊക്കെ ശുദ്ധ മണ്ടത്തരാണ്. ഇത് കേൾക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുക, തോമസ് ചെയ്ത പഠനത്തിന്റെ ഡിസൈൻ ഫണ്ടമെന്റലി ഫ്ലോഡ് ആണ്. അതിന് പുള്ളി കിടന്ന് ഉരുളാൻ വേണ്ടിയിട്ടാണ് ഈ ഓടിപ്പോയി കണ്ട വെബ്സൈറ്റ് കണ്ട എല്ലാം എടുത്തിട്ട് സിംഗിൾ ആം ആണ്, അതാണ്. ആ എല്ലാത്തിന്റെയും മെക്കാനിസം ഉണ്ട് തോമസ്. ഞാൻ തിരിച്ച് മെക്കാനിസം ഓഫ് ആർസനിക് ആൽബം 30C എന്ന് വെച്ചാൽ താങ്കളുടെ റിപ്പോർട്ട് തന്നെ എഴുതിയിട്ടുണ്ട് there is no mechanism എന്ന്. താങ്കൾ ഇത് എന്തോ എനിക്ക് ഇത് മനസ്സിലാവുന്നില്ല. ഇത് എന്ത് ഹൈപ്പോത്തസിസ് ബിൽഡ് ചെയ്തിരിക്കുന്നത്? എനിക്കിതേ പറയാനുള്ളത്, കേൾക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുക. അദ്ദേഹം ഇവിടെ കുറെ പറഞ്ഞ എവറി സിംഗിൾ മോളിക്യൂൾ ഹാസ് എ പ്രിസൈസ് മെക്കാനിസം ഓഫ് ആക്ഷൻ. There is an in vitro experiment,
there is an animal experiment, intervention dose എല്ലാം അറിയാം, ethical concern ഉള്ള cases ഉണ്ട്. Yes, cancer drugs, you cannot treat somebody giving a placebo when it's a cancer. അതിലൊരു കൺസേൺ ഉണ്ട്. യെസ്, ചിലത് സ്മോക്കിംഗ് ഉള്ള കേസസ് ഒക്കെ, സ്മോക്കിംഗ് ഇതേവരെ നമ്മൾ പ്രൂവ് ചെയ്തത് RCT നടത്തിയിട്ടല്ല. യെസ്, പിന്നെ ചില കാര്യങ്ങളിൽ ഇപ്പൊ ഫേസ് 4 വാക്സിന്റെ കൊടുത്തുന്നു, വാക്സിന്റെ പ്രവർത്തന രീതിയൊക്കെ വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. എന്റെ ഒരു എന്നോട് ചോദിച്ചല്ലോ ക്ലിനിക്കൽ ട്രയൽ ലിബിൻ അത് അംഗീകരിക്കുമെന്നൊക്കെ, ഒരൊറ്റ ചോദ്യമുള്ളൂ, ആർസനിക് ആൽബം എങ്ങനെ T-സെൽ എണ്ണം കൂട്ടും? പറഞ്ഞോളൂ, ഞാൻ റെഡി കേൾക്കാൻ. കണ്ടിന്യൂ, എന്റെ ടൈം കഴിഞ്ഞു. ക്യാരി ഓൺ. Okay, Libin, you have ended your session. Yes, Thomas can respond to that single question. What is the mechanism of arsenic album? There is no mechanism of arsenic in his own report. You He are can allowed respond 20 to that. minutes He can time. respond to that. You are allowed 20 minutes time. I am asking whether your session is over. So he has only one point. ഈ എന്റെ ഡിസ്കഷനിൽ പുള്ളി ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, RCT ചെയ്യേണ്ട ആവശ്യമില്ല എഫിക്കസി എന്ന്. ആ ഒരു വാദം ഞാൻ വ്യക്തമായി പൊളിച്ചു. ഒന്നും കൂടി എടുത്ത് പറയുകയാണ്, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് RCT ചെയ്യാൻ പറ്റില്ല, എത്തിക്കൽ കൺസേൺസ്. അവിടെ പത്തനംതിട്ട പഠനത്തിലില്ല. That is complete out of equation. രണ്ടാമത്, അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന എല്ലാ പഠനങ്ങളുടെയും എല്ലാ മരുന്നുകളുടെയും പലതും റീപർപ്പസ് ചെയ്താണ്. അസിത്രോമൈസിനൊക്കെ കൺട്രോൾ ഗ്രൂപ്പ് ഇല്ലാന്ന്. സുഹൃത്തെ, അസിത്രോമൈസിനൊക്കെ വർക്ക് ചെയ്ത് എങ്ങനെയാണ് എല്ലാ കൊച്ചുകുട്ടിക്കും അറിയാം. താങ്കൾക്ക് അറിയില്ലായിരിക്കും, പക്ഷെ എല്ലാവർക്കും അറിയാം. അതൊക്കെ വ്യക്തമായി പഠിച്ച് റീപർപ്പസ് ചെയ്ത ഡ്രഗ് ആണ്. ഇവിടെ തിരിച്ച ചോദ്യം ഇതാണ്, ആർസനിക് ആൽബം 30 എന്തുണ്ട്, ആർസനിക് ആൽബം എങ്ങനെ പ്രവർത്തിക്കുന്നു? ഇത് രണ്ടും അറിയാത്ത ഒരു നിഗൂഢതയിൽ നിന്നും പഠനം തുടങ്ങിയിട്ട് കൺട്രോൾ വേണ്ടെന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്, പക്ക സൂഡോ സയൻസ് ആണ്. യു ക്യാൻ കണ്ടിന്യൂ, മൈ ടൈം ഈസ് അപ്പ്. സോറി ലിബിൻ, താങ്കളോട് എനിക്ക് ഇങ്ങനെ പറയുന്നതിൽ വിഷമമുണ്ട്. നമ്മളിവിടെ, ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചാണ്, നമ്മളിവിടുത്തെ ഡിബേറ്റിൽ പത്തനംതിട്ട സ്റ്റഡിയെ ബേസ് ആയിട്ടാണ് പറയുന്നത്, അല്ലാതെ ആഴ്സനിക് ആൽബം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. ഞാൻ ആദ്യം പറഞ്ഞത് ഫോക്കസ് ചെയ്യേണ്ടത് പത്തനംതിട്ട സ്റ്റഡിയിലാണ്. പത്തനംതിട്ട സ്റ്റഡിയിൽ എന്താ പറയുന്നത്, ഇത് അപ്രഗുലേറ്റിംഗ് ദി ഇമ്മ്യൂണോളജിക്കൽ മാർക്കേഴ്സ് എന്നുള്ളതാണ്. അപ്പൊ അതിനെപ്പറ്റിയാണ് നിങ്ങൾ പറയുന്നത്. ദാറ്റ്സ് എ തിങ്, അപ്രഗുലേറ്റിംഗ് ഇമ്മ്യൂണോളജിക്കൽ മാർക്കേഴ്സ് എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന മരുന്ന് ആർസനിക് ആൽബം 30C ആണ്. അപ്പോൾ ഒരു 100 കണക്ക് എവിഡൻസ് ഉണ്ട്. ഓക്കെ, വി ഹാവ് ഇൻവിട്രോ ഡേറ്റ. സെല്ലിൽ ഇടുന്നു, ഉടൻ തന്നെ T-സെൽ എണ്ണം കൂടുന്നു. ഓക്കെ, ദാറ്റ് ഇസ് എൻ എവിഡൻസ്. മൗസിൽ ഇടുന്നു, ഉടനെ T-സെല്ലിന്റെ എണ്ണം കൂടുന്നു. അങ്ങനെ മൗണ്ടിങ് എവിഡൻസ് കിട്ടി ഒന്നും വന്നല്ല ആർസനിക് ആൽബം 30C. ആർസനിക് ആൽബം 30C ഇമ്മ്യൂണോ മോഡുലേറ്ററി ആയിട്ട് വർക്ക് ചെയ്യുന്ന എവിഡൻസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്റെ പ്രസന്റേഷൻ തുടങ്ങി തന്നെ. അങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്നും അദ്ദേഹം പഠനം തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ പഠനത്തിൽ ഉപയോഗിച്ച സാധനത്തിനകത്ത് എന്തു ഇല്ല എന്നുള്ള കാര്യം പറയാൻ എനിക്ക് അവകാശമുണ്ട്. ഇവിടെ അദ്ദേഹം പറഞ്ഞ അതേ പോയിന്റാണ്. അദ്ദേഹം ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എഫിക്കസി പഠിക്കാൻ RCT വേണ്ടെന്നാണ്. എന്റെ മറുവാദം വളരെ വ്യക്തമാണ്. അങ്ങനത്തെ സ്പെഷ്യൽ കേസസ് ഉണ്ട്, അത് പോയി ഉള്ളി ഓടി പിടിച്ചിട്ടുണ്ട്. ഈ അദ്ദേഹം പറഞ്ഞ എല്ലാ മരുന്നും, എവറി സിംഗിൾ തെറാപ്പി, there is a mechanism. അത് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ അത് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഇവിടെ യാതൊരു അവകാശമില്ല. ആരോ ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്, പോയെന്ന് തോന്നുന്നു. ഓക്കെ, വാട്ടെവർ. അപ്പം അത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അവിടുത്തെ അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. ഇഫ് യു ഹാവ് എ മൗസ് സ്റ്റഡി സെയിങ് ദാറ്റ്, ഓക്കെ, ഞാൻ മൗസിൽ ഇട്ടു ആർസനിക് ആൽബം, T-സെൽ എണ്ണം കൂടി, ഓക്കെ, ദാറ്റ് ഇസ് എൻ എവിഡൻസ്. ഞാൻ സെൽ കൾച്ചറിൽ ഇട്ടു, അത് T-സെൽ കൂടി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂടി, അങ്ങനെ എന്തെങ്കിലും എവിഡൻസ് ബിൽഡ് ചെയ്ത് വരുവാണെങ്കിൽ തോമസിന് ഇതൊക്കെ സൈറ്റ് ചെയ്യാം. അദ്ദേഹത്തിന്റെ പ്രപ്പോസൽ, അദ്ദേഹത്തിന്റെ ഈ 129 പേജിനകത്ത് തന്നെ അദ്ദേഹം ഒരു സെക്ഷൻ ഉണ്ട്, ഹോമിയോപ്പതി ആൻഡ് ഇമ്മ്യൂണിറ്റി. അതിനകത്ത് അദ്ദേഹം സൈറ്റ് ചെയ്യുന്ന പല ആർട്ടിക്കിൾസും ക്വാക്ക് വാച്ചിൽ വന്ന, അതായത് പ്രിഡേറ്ററി ജേർണലിൽ അടുത്ത് വന്ന കാര്യങ്ങളാണ് പുള്ളി എടുത്ത് വെച്ചിരിക്കുന്നത്. ഇമ്മ്യൂണിറ്റിയെ ബന്ധപ്പെട്ട് എന്താ ഉള്ളതെന്ന് ഞാൻ നോക്കാൻ പോയിട്ട് അത് ഒരു പേജ് ചിരിക്കാതെ എങ്ങനെ വായിച്ചത് എനിക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ട് ഒരു ബന്ധവുമില്ലാതെ, ഒരു തെളിവുമില്ലാത്ത കാര്യം അദ്ദേഹം ഒരു പരാജയമായ പഠനം നടത്തിയപ്പോൾ അവിടെയൊക്കെ നുരുളുകയാണ്. ഇഫ് ഹി ക്യാൻ ഡെമോൺസ്ട്രേറ്റ് എ സിംഗിൾ പേപ്പർ, ഓക്കെ, ലിബിൻ ഇതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പോയിന്റ് ഉണ്ട്. അതില്ല ഇവിടെ. അത് വളരെ സിമ്പിൾ ആണ്. അത് അദ്ദേഹം ഇവിടെ ഇത്രയും പഠനങ്ങൾ പറഞ്ഞത്, ഐ ആം വെരി ഹാപ്പി തോമസ്. ഇത് കേട്ട എല്ലാ ഓഡിയൻസും താങ്കൾ പറഞ്ഞ സോറാഫെനിബിബും ഈ ക്ലാരിത്രോമൈസിനും ഈ ആന്റി ഇൻഫ്ലമേറ്ററിയും ഇതെല്ലാം ക്ലോറോക്വിനും എല്ലാം പോയി നോക്കും. അപ്പൊ അവർക്ക് വ്യക്തമായ പഠനങ്ങൾ കിട്ടും. അപ്പൊ അവർക്ക് മനസ്സിലാവും, ഇറ്റ്സ് ഓൾറെഡി പ്രൂവൺ. സോ ദേ ആർ ഡൂയിങ് എ സ്റ്റഡി ടു സ്റ്റഡി എഫിക്കസി. ഓക്കെ, അണ്ടർസ്റ്റുഡ്. മെക്കാനിസം ഈസ് നോൺ. വേർ ഈസ് ദ മെക്കാനിസം ഫോർ ആർസനിക് ആൽബം 30C? താങ്കളുടെ പഠനത്തിൽ തന്നെ താങ്കൾ പറയുന്നുണ്ട് ലിമിറ്റേഷൻ, മെക്കാനിസം ഈസ് നോട്ട് നോൺ ആൻഡ് ഹെൻസ് ആൻസർ ബി ഇലൂസിഡേറ്റഡ്. എങ്ങനെയുണ്ട്? ഇതാണ് പറഞ്ഞത്. ദിസ് ഈസ് എ ഫണ്ടമെന്റൽ പ്രോബ്ലം. അപ്പൊ ബേർഡൻ ഓഫ് പ്രൂഫ് നിങ്ങളുടെ അടുത്താണ്.
ഈ പഠനത്തിൽ ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ കാണുന്ന ഒന്നും കാണത്തില്ല. കാരണം ഇതിലൊന്നും ഇല്ല. ഇത് വളരെ സിമ്പിൾ ആണ്. ഇതിൽ പ്രവർത്തന രീതി ഇല്ല. ഇപ്പൊ കണ്ട ഫ്ലക്ച്വേഷൻസ് മുഴുവൻ പ്ലസിബോയിലും വരുന്നതേ ഉള്ളൂ. അതല്ലാന്ന് പ്രൂവ് ചെയ്യേണ്ടത് നിങ്ങളുടെ കടമയാണ്. അതിൽ നിങ്ങൾ കൺട്രോൾ ഉപയോഗിച്ചില്ല. ഒരൊറ്റ പേപ്പർ കൊണ്ടുപോവാ, സിംഗിൾ പേപ്പർ, then I will keep my mouth shut. ഒരു പേപ്പർ കൊണ്ടുപോവാ. താങ്ക് യു. ഓക്കെ ലിബിൻ. അടുത്തത് അപ്പൊ നമ്മുടെ ആദ്യത്തെ 2 ഫേസ് അവസാനിച്ചിരിക്കുകയാണ്. അടുത്തത് 1-to-1 ക്വസ്റ്റ്യൻ സെഷൻ ആണ്. അപ്പൊ ഇത് 15 മിനിറ്റ് ആണ് ഒരാൾ കലവ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരാൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ മറുപടി പറയാൻ അടുത്തയാൾ ബാധ്യസ്ഥനാണ്. അപ്പൊ മറുപടി അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല എന്ന് പറയാ. എന്തായാലും മറുപടി കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അപ്പൊ ആ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഈ സെഷൻ 15 മിനിറ്റ് ആണ് ഓരോരുത്തർക്കും അനുവദിച്ചിരിക്കുന്നത്. ഞാൻ തോമസിനെ ഈ സെഷനിലേക്ക് 1-to-1 ക്വസ്റ്റ്യൻ സെഷനിലേക്ക് തോമസിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഡോക്ടർ തോമസ്. സാറേ, ഞാൻ ഈ സമയം എടുത്തുകൊണ്ട് എനിക്ക് ബാക്കിയുള്ളവരോട് പറയാൻ പറ്റുന്ന അവസരം തരുമോ? ഞാൻ കുറച്ചുകൂടെ തീർക്കാണ്ട് നിങ്ങൾക്ക് പറ്റുമോ? ലിബിന് പ്രശ്നമില്ലെങ്കിൽ ഞാൻ ലിബിന് കുഴപ്പമില്ലെങ്കിൽ എനിക്ക് കണ്ടിന്യൂ ചെയ്തൂടെ? Okay. Just go ahead. Thank you, Libin. Right. ഹലോ സർ. ഹലോ. യെസ്. സർ, എന്റെ ഇത് കാണുന്നുണ്ടല്ലോ സർ? കാണുന്നില്ലേ? കാണാം. സർ, ഇത് ആദ്യം ലിബിൻ അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വിട്ടോട്ടെ. അപ്പൊ ആദ്യം ലിബിൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എഫിക്കസി ആയിരുന്നു. എഫിക്കസി ഇപ്പൊ ലിബിൻ വിട്ടു. പിന്നെ പറഞ്ഞത് കൺട്രോൾ ഇല്ലാന്നായിരുന്നു. ഇപ്പൊ കൺട്രോൾ ലിബിൻ വിട്ടു. ഇപ്പൊ ലിബിൻ അദ്ദേഹം പറയുന്നത് തെറ്റാണ്. ഞാൻ ഇതൊക്കെ തിരിച്ച് കൗണ്ടർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് തെറ്റാണ്. സോറി ടു എല്ലാവരും സ്ട്രീം ചെയ്യുന്നുണ്ട്. കേൾക്കാം. ഞാനൊന്നും വിട്ടിട്ടില്ല. എന്റെ സമയത്ത് ഇടപെടരുത്. അത് ലിബിൻ മാന്യത പാലിക്കണം. എന്റെ സമയത്ത് ഇടപെടരുത്. ഇതിപ്പോ എനിക്ക് കിട്ടിയ സമയമാണ്. ലിബിന്റെ സമയത്ത് പറഞ്ഞോളൂ. ഇതിപ്പോ എന്റെ സമയമാണ് സർ. അത് ആ സമയം എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തരണം. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ആദ്യം ഞാൻ പറഞ്ഞു എഫിക്കസി ആയിരുന്നു ആദ്യം കൊണ്ടുവന്നത്. ഇപ്പൊ എഫിക്കസി വിട്ടു. പിന്നെ പറഞ്ഞു കൺട്രോൾ ആയിരുന്നു പറഞ്ഞത്. ഇപ്പൊ കൺട്രോൾ വിട്ടു. ഇപ്പൊ ആർ സി ടിയും വിട്ടു. ഇപ്പൊ വന്നിരിക്കുന്നത് പിന്നെ എന്താ പറയാ, ആർസെനിക് കാൽവിന്റെ മെക്കാനിസം ആണ് പറഞ്ഞത്. ആർസെനിക് കാൽവിന്റെ മെക്കാനിസം ലിബിൻ ഈ ലോകത്തുള്ള ആൾക്കാരെല്ലാം കേട്ടുവിട്ടെ. അതിൽ പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ കൊണ്ടുവരാം. ഇവിടെ ഈ പഠനത്തിൽ ആർസെനിക് കാൽവിന്റെ മെക്കാനിസം ഞങ്ങൾ ഇപ്പൊ ഹൈപ്പോത്തസിസ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഹൈപ്പോത്തറ്റിക്കൽ പ്രൊപ്പോസിഷൻ എന്ന് പറയാം. റിസർച്ചിൽ അങ്ങനെ പറയാം. ലിബിനെ അറിയില്ലെങ്കിൽ ഞാൻ ഓർത്തുകൊള്ളൂ. അപ്പോ എഫിക്കസി വിട്ടു, അത് ഒഴിവാക്കി. കൺട്രോൾ വിട്ടു, അത് ഒഴിവാക്കി. ആർ സി ടി വിട്ടു, അത് ഒഴിവാക്കി. റഫറൻസ് റേഞ്ചിലല്ലേ? റഫറൻസ് റേഞ്ചിലേക്ക് നമുക്ക് വരാം. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ ഈ ഇൻകൺസിസ്റ്റൻസി പറഞ്ഞിട്ടുണ്ട്. ഒരു ഗ്രാഫിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതും എനിക്ക് പറയാൻ സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല. അതിനെ പറ്റി വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം. അതെല്ലാം കേട്ടോളൂ. ഈ റഫറൻസ് റേഞ്ച് ഞാൻ എടുത്തത് 2 ആർട്ടിക്കിളിൽ നിന്നാണ്. ഒന്ന് 2011 CD4 കൗണ്ടില് CD4 തക്കാലെട്ടാർ. അതുപോലെ വേറൊന്ന് 2003 ഇതാണ്. അത് 2011 തക്കാലെട്ടാറിന്റെ ഒരു പഠനത്തിൽ നടത്തത്. അതിൽ ഈ റെഫറൻസ് റേഞ്ച് പറഞ്ഞിരിക്കുന്നത് CD4-നും CD8-നും മാത്രമാണ്. അതിന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ പിന്നെ 22.5 and 97.5% പറയുന്നുണ്ട്. 538.6 മുതൽ 1701 വരെ. അതായത് 532 താഴെയാണെങ്കിൽ CD4 കൗണ്ട് കുറവാണെന്നും ആണ് അതിന്റെ അർത്ഥം. ഓക്കെ, അതാണ്. അപ്പൊ അത് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ CD4-നും CD3-ക്കും അതുണ്ട്. ആ ഒരു റെഫറൻസ് റേഞ്ച് ഉണ്ട്. ഇന്ത്യയിലെ പഠനമാണ്, ഇന്ത്യൻ പോപ്പുലേഷന്റെ പഠനമാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ അതിന്റെ മീനും പറഞ്ഞിട്ടുണ്ട്. 850 to 995. അതിന് ±1 SG പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് പക്ഷേ അത് ഈ സാധാരണ ഉപയോഗിക്കുന്നത് ഈ HIV-യുടെ ക്ലിനിക്കൽ മാനേജ്മെന്റിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, രണ്ടാമത് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ CD8-നും CD3-ക്കും CD4 CD8 റേഷ്യോയ്ക്കും ലിംഫോസൈറ്റ് കൗണ്ടിനും അതിനൊന്നും ഈ ബദൽ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരു ആർട്ടിക്കിൾ റെഫർ ചെയ്തു. അത് SS ഉപ്പാലിന്റെ 2003 പഠനമാണ്. അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ഈ സംഗതികളൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊന്നും റേഞ്ച് പറയുന്നില്ല. 95 കോൺഫിഡൻസ് ഇന്റർവെല്ലേ പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ എല്ലാത്തിനും ഒരുപോലെ സ്റ്റാൻഡേർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിന്റെ മെയിൻ എടുത്ത് തെറ്റാണെന്ന് വെച്ചാൽ ഞാൻ അംഗീകരിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് പോവാം. സൗത്ത് ഇന്ത്യൻ നോം എടുക്കാം. ഇതാണ് ഞാൻ കാണിച്ചിരിക്കുന്നതാണ് CD4-ന്റെ സൗത്ത് ഇന്ത്യൻ നോം. സൗത്ത് ഇന്ത്യൻ വെച്ചാൽ നമ്മുടെ നോം. അതിന്റെ മീഡിയൻ എടുത്താൽ മീഡിയൻ 2.5 to 97.5 ആണ് പെർസെന്റേജ് എടുക്കുക. 22.5%-നും 97.5% ഉള്ളതാണ് നമ്മൾ നോർമലായിട്ട് കണക്കാക്കുക. അങ്ങനെ വരുമ്പോൾ 538 മുതൽ 1701 വരെയാണ് CD4-ന്റെ
നോർമൽ വാല്യൂ അത് തന്നെ എടുത്ത് നോക്കോളൂ. അത് തന്നെ എടുത്ത് നോക്കാം. അതായത് ഇങ്ങനെയാണ് വരിക സാധാരണ പെർസെന്റേജ് സ്കെയിൽ വരിക. അങ്ങനെ എടുത്ത് നോക്കിയാൽ നമ്മുടെ ഇപ്പൊ പ്രസന്റ് ഇരിക്കുന്ന ആ നിങ്ങൾക്ക് നോക്കാം, ബുക്കിൽ നോക്കാം, അതിൽ വരുന്ന 8 ആളുകൾ ഈ പറഞ്ഞതുപോലെ തന്നെ CD4 കൗണ്ട് ബിലോ നോർമൽ ആണ്. ആ 8 ആളുകളുടെ പഠനം 8 ആളുകൾ ആർസെനിക് ആൽബം മെഡിസിൻ കൊടുത്തപ്പോൾ അവരുടെ CD4 കൂടി ലിബിന്. അത് നിങ്ങൾ വിശ്വസിക്കണം, അതിൽ ആ ഒരു പ്രശ്നങ്ങളും ഇല്ല, കൃത്യമാണ്. ഇനി അതിന്റെ ആ 8 ആളുകളുടെ നമുക്ക് പയേർട്ടി ടെസ്റ്റ് ചെയ്താലോ? നോക്കൂ, ടി വാല്യൂ 3.97 ആണ്, വിച്ച് ഈസ് വെരി സിഗ്നിഫിക്കന്റ് ടു 0.05 ലെവലിലാണ്. കൊഹൻസ് ടി സൈസോ 2.23 ആണ്. അപ്പോ കൃത്യമായിട്ടുള്ള ഇഫക്റ്റുകൾ വരുന്നുണ്ട്. പിന്നെ വേറെ ഒന്നോടെ പറയാം, അത് ആ കൺസിസ്റ്റൻസി പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ പഠനം ഇതിന്റെ ഭാഗത്ത് ഇതിന്റെ ലിമിറ്റേഷൻ നിങ്ങൾ ഒരുപാട് ആളുകൾ ഇതിനെപ്പറ്റി വിമർശിച്ചു. പക്ഷെ എന്തുകൊണ്ടാണ് ലിമിറ്റേഷൻസ് ഓഫ് ദ സ്റ്റഡി പറയാറുന്നത്? പ്രിവലൻസ് ഓഫ് ദ പറഞ്ഞു, അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നു, ആ ലിമിറ്റേഷനിൽ പറഞ്ഞിരിക്കുന്നു ദി എക്സ്പെരിമെന്റൽ സ്റ്റഡി വാസ് യൂസിങ് 1 ഡോസ് ബിഫോർ ആഫ്റ്റർ ഡിസിഷൻ. ആദ്യ പഠനത്തിന്റെ ഒരു ലിമിറ്റേഷൻ ആണ് വിമർശകരെ. അത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ള വിമർശനം അവിടെ ഏറ്റെടുത്തിട്ടുണ്ട്. അത് പിന്നെ എന്തിനാ അങ്ങനെ ഇപ്പോഴും പറയേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. പിന്നെ ഇമ്മ്യൂണോളജിക്കൽ അസസ്മെന്റ് ഒരാഴ്ച കൊണ്ടാണ് നടന്നത്, അതും പറഞ്ഞിട്ടുണ്ട്. സജഷൻസ് ഓഫ് ഫർദർ റിസർച്ച് നോക്കൂ, പേജ് നമ്പർ 103. ദി സ്റ്റഡി ഷുഡ് ബി റിപ്ലിക്കേറ്റഡ് വിത്ത് RCT. ഇതൊരു പഠനമാണ്, ഇത് റിപ്ലിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വിത്ത് ലാർജ് സാമ്പിൾ സൈസിൽ മാത്രമാണോ? ദി സ്റ്റഡി ഷുഡ് ബി റിപ്ലിക്കേറ്റഡ് വിത്ത് സൈറ്റോകൈൻസ് ആൻഡ് ഡിപെൻഡന്റ് വേരിയബിൾസ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ രീതിയിൽ ഇത് നടത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമാണോ പറഞ്ഞിട്ടുള്ളത്? ഫണ്ടമെന്റൽ റിസർച്ച് ഷുഡ് ബി ക്യാരിഡ് ഓൺ ദി മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ആർസെനിക് ആൽബം ആസ് ആൻ ഇമ്മ്യൂൺ ബൂസ്റ്റർ, അതും പറഞ്ഞിരിക്കുന്നു. ഇത്ര പിന്നെ അത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ CD3 CD4 മാത്രമാണ് ലിബിന്റെ ചർച്ചയിൽ വരുന്നുള്ളൂ. CD8 കൗണ്ട് വാസ് എ സ്റ്റഡി വേരിയബിൾ, CD3 കൗണ്ട് വാസ് എ സ്റ്റഡി വേരിയബിൾ, അബ്സല്യൂട്ട് ലിഫോസൈറ്റ് കൗണ്ട് വാസ് എ സ്റ്റഡി വേരിയബിൾ. ഇതിലൊക്കെ കാണാം നിങ്ങൾ എത്രത്തോളം മാറ്റം വന്നു കാണാം. പിന്നെ ഇതിനൊക്കെ പറഞ്ഞ വേറൊരു പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇതിന്റെയൊക്കെ റിഗ്രഷൻ ടീം എന്നൊരു സംഗതി പറയുന്നുണ്ട്. എല്ലാവരും പറഞ്ഞൊരു സംഗതിയാണ്. അത് ഇദ്ദേഹത്തിന് അറിയാവുന്ന എനിക്കറിയില്ല, എന്തൊരു ഫാലസി, റിഗ്രഷൻ ഫാലസി എന്നൊക്കെ ആണ് പറയാം. അത് സാധാരണഗതിയിൽ ഒരു സെറ്റ് ഓഫ് ഡാറ്റ അത് റാൻഡമൈസ് ചെയ്യാതെ പർപ്പസീവ് സാമ്പിളിംഗിലേക്ക് വരുവാണെങ്കിൽ മെയിനോട് റിഗ്രസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സാധ്യത ഉണ്ടോ നമ്മൾ ടെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ ലീനിയർ റിഗ്രഷൻ എടുക്കുക, എന്നിട്ട് ഈ വേരിയബിൾസ് തമ്മിൽ കോറിലേഷൻ ഉണ്ടോ നോക്കുക. കോറിലേഷൻ ഉണ്ടെങ്കിൽ ഇത് റിഗ്രസ് ചെയ്തില്ല എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ അതിന് സാധാരണ ചെയ്യുന്നത് വെച്ചാൽ റിഗ്രഷൻ പെർസെന്റേജ് ഓഫ് റിഗ്രഷൻ ടു മീൻ കണ്ടു PR എന്ന് പറയും. ഈ PR നോക്കും, PR മൈനസിലേക്ക് 0 പോവുകയാണെങ്കിൽ നോക്കൂ ആ വാരിയബിൾ റിഗ്രഷൻ സംഭവിച്ചതാണ്. ഇവിടെ 16 സാമ്പിൾ സൈസ് വെച്ച് ചെയ്തപ്പോഴും 8 വെച്ച് ചെയ്യുമ്പോഴും ഇതിലൊന്നും ഇതിന്റെ സാമ്പിൾ സൈസ് PR 25.7%, മോളില് അത് 30.9% ആണ്. അതൊന്നും ഒരിക്കലും റിഗ്രസ് ചെയ്തിട്ടില്ല. അപ്പൊ റിഗ്രഷൻ ടു മീൻ എന്നുള്ള സംഗതി ഫാലസികളൊന്നും ഇവിടെ ഈ ഇതിന് വന്നിട്ടില്ല. അത് വളരെ കൃത്യമായിട്ട് എടുത്ത സാമ്പിൾ ആണ്. പിന്നെ പറഞ്ഞത് ആർസെനിക് ആൽബത്തിന്റെ മെക്കാനിസം എന്നതിലേക്കാണ് ഇപ്പോൾ ലിബിൻ എത്തിയിരിക്കുന്നത്. മുമ്പ് എഫിക്കസി അദ്ദേഹം ഒഴിവാക്കിയിരിക്കുന്നു. ഈ പറഞ്ഞ സംഗതികളൊക്കെ ഒഴിവാക്കി. ഞാൻ കണ്ടുപിടിച്ചതല്ല, ഈ റിസർച്ച് നടത്തുമ്പോൾ A to Z വരെ ഒരു റിസർച്ചർ എന്ന നിലയിൽ എന്റെ മനസ്സിലുണ്ടാവും. എന്തുകൊണ്ടാണ് ക്വാസി എക്സ്പെരിമെന്റ് ഡിസൈൻ ഞാൻ ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ടാണ്? പിന്നെ എന്താണ് അവിടുത്തെ റെസ്ട്രിക്ഷൻ ചോദിച്ചു. ഈ പഠനം നടക്കുന്ന സമയം ഏപ്രിൽ 20 മാസങ്ങളാണ്. ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്ത സമയമാണ്. ലോക്ക്ഡൌണിൽ ഈവൻ ആളുകൾക്ക് മൂവ് ചെയ്യാൻ പോലും അവസരം ഉണ്ടായിരുന്നില്ല കേരളത്തിൽ. പുറത്തെ സ്ഥിതി എനിക്കറിയില്ല. ഇവിടെ കേരളത്തിൽ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ലോക്ക്ഡൌൺ സമയമായിരുന്നു. ആ സമയത്ത് പത്തനംതിട്ടയിലാണ് രണ്ടാമത്. ആ പത്തനംതിട്ട UK വന്ന ഫാമിലി ഉള്ള സമയത്താണ് പഠനം നടക്കുന്നത്. ആ സമയത്ത് അവിടെ നിന്ന് ഒരു ആളുകൾക്ക് മൂവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് പോയിട്ട് കൺട്രോളിൽ സെറ്റ് ചെയ്യാന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. മാത്രമല്ല ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ്, ആദ്യം പറഞ്ഞു COVID-19 എന്നൊരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്. അത് പാൻഡമിക് ആണ്. അതിന് റീപ്രൊഡ്യൂസിബിലിറ്റി വളരെ ഹൈ ആണ്. മോർട്ടാലിറ്റി റേറ്റ് കുറവാണ്, റീപ്രൊഡ്യൂസിബിലിറ്റി ഹൈ ആണ്. പക്ഷെ അതിന്റെ പോസ്റ്റ് കോവിഡ് സിംറ്റംസ് വെരി വൾഗർ. അതുകൊണ്ട് നമ്മൾ പോയിട്ടില്ല, നമുക്ക് അത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അത്തരം എത്തിക്കൽ കൺസിഡറേഷൻസ് ഉള്ളത് കൊണ്ടാണ് RCTയിലേക്ക് പോവാതെ ഈ ക്വാസി എക്സ്പെരിമെന്റ് ഡിസൈനിലേക്ക് നോക്കുന്നത്. RCT എല്ലാം ചെയ്യണം നിർബന്ധം പിടിച്ചുകൊണ്ടിരുന്ന ലിബിൻ ഒരു സ്റ്റെപ്പ് താന്നു. അക്കാര്യം മനസ്സിലായ എനിക്ക് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എഫിക്കസി എന്താണെന്നും എഫിക്കസി പഠനത്തിൽ ഇത്രയും ഉപയോഗിക്കാമെന്നും ഇപ്പൊ മുമ്പ് സാമ്പിൾ സൈസ് എല്ലാം പറഞ്ഞിരുന്നു. ഇപ്പൊ സാമ്പിൾ സൈസിനെ പറ്റിയൊന്നും പറയുന്നില്ല. ഇനി വരുന്ന അടുത്ത വീഡിയോസ് ഇപ്പൊ വരുമായിരിക്കും. ആ സമയത്തും ചിലപ്പോൾ ഒരുപക്ഷെ ഇനിയിപ്പോ ഈ എഫിക്കസി പറയുന്നുണ്ടാവില്ല, RCT പറയുന്നില്ല. ഇനിയുള്ള പഠനങ്ങളൊക്കെ പറയുന്നത് ആർസെനിക് ആൽബത്തിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആയിരിക്കും. ആർസെനിക് ആൽബത്തിന്റെ മെക്കാനിസം ഓഫ് ആക്ഷന് ഞങ്ങളൊരു ഹൈപ്പോത്തസിസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ആയിരിക്കാം, ഹൈപ്പോത്തസിസ് എന്ന് വെച്ചാൽ അറിയായിരിക്കും. ഈ ഇത് ശ്രദ്ധിക്കുന്ന ഹൈപ്പോത്തസിസ് എന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദാറ്റ് ക്യാൻ ബി പ്രൂവ്ഡ് ഓർ ഡിസ്പ്രൂവ്ഡ്.
അത് ഒരു സയന്റിഫിക് സ്റ്റേറ്റ്മെന്റ് ആണ്. ഞങ്ങളത് നമുക്ക് ഒരു ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ആർസെനിക് ആൽബം ഒരു ആന്റിജനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ അറിയേണ്ടത്. അങ്ങനെ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു ഹൈപ്പോത്തസിസ് മുന്നോട്ട് വെക്കുവാനുള്ള സ്വാതന്ത്ര്യം ഒരു റിസർച്ചർ എന്നുള്ളത് എനിക്കുണ്ട്. അത്തരം കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്തതാണെങ്കിൽ അറിയുക, അതാണ് വേറൊരു കാര്യം. ഇനി അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള കാര്യം, ഇത് എന്റെ ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, IESR ഇമ്പാക്ട് ഓഫ് ഇവന്റ് സ്കെയിൽ, അതിന്റെ സൈക്കോമെട്രിക് പ്രോപ്പർട്ടി താങ്കൾക്ക് മനസ്സിലായോ? IESR എന്താണെന്ന് മനസ്സിലായോ? അതിന്റെ റിലയബിലിറ്റി വാലിഡിറ്റി എന്താണെന്ന് മനസ്സിലായോ? അതിന്റെ ഉത്തരം എനിക്ക് ഇപ്പൊ തരണം സർ. യെസ്. Okay, is it my time? Yes. Okay. This is question hour. Not your time. This is question, and you have to answer the question of Thomas. This is not your time. This is the time. Yeah, exactly. Thomas told many things, and I need to answer everything. That's what I'm trying to do. First thing is like, ഇവിടെ കേൾക്കുന്ന ഓഡിയൻസ് പറയാ, ഞാൻ എഫിക്കസി വിട്ടു, കൺട്രോൾ വിട്ടു, RCT വിട്ടു, പച്ചക്കള്ളമാണ്. ഞാൻ ഇപ്പോഴും അദ്ദേഹത്തോട് എഫിക്കസിയുടെ കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ എഫിക്കസി എന്ന സംഭവം ഒരു മരുന്ന് പ്രവർത്തിക്കുന്നു, അതാണ് എഫിക്കസി. അതിനാണ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഇങ്ങനെ വാക്കുകൾ അങ്ങോട്ട് മാറ്റേണ്ട ആവശ്യമില്ല. When I say it is efficacious, you have to show how it works. Okay? ഈ എഫിക്കസി ഞാൻ വിട്ടു എന്ന് ഞാൻ വിട്ടിട്ടില്ല. ഇത് നിങ്ങൾ ചുമ്മാ നിങ്ങൾക്ക് സ്വയം തോന്നിയത് പറയുകയാണ്. കൺട്രോൾ വിട്ടു എന്ന് ആവർത്തിച്ച് പറഞ്ഞു. ഒരു പഠനം വ്യക്തമായ ഒരു പ്രവർത്തന രീതി അറിയുമെങ്കിൽ, പ്രത്യേക സാഹചര്യത്തിൽ എത്തിക്സ് ഒക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്യാമെന്ന്. ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, പത്തനംതിട്ട പഠനത്തിൽ ഒരു RCT ചെയ്യാൻ എന്താ ബുദ്ധിമുട്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ലോക്ക്ഡൌൺ ആയിരുന്നു. അതന്നെ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ഫസ്റ്റ് കാര്യം ഞാൻ എഫിക്കസി വിട്ടു, കൺട്രോൾ വിട്ടു, അത് കള്ളത്തരമാണ്. കാരണം അദ്ദേഹം തന്നെ ഊഹിച്ചെടുക്കുകയാണ് ഞാൻ വിട്ടു എന്ന്. ഐ ആം സ്റ്റിൽ ഹോൾഡിംഗ് why he is not giving a proper explanation. അദ്ദേഹം പോയി കൊണ്ടുവന്ന മരുന്നുകളെല്ലാം മെക്കാനിസം കാണിച്ച മരുന്നുകളും എഫിക്കസീസ് കാണിച്ച മരുന്നുകളുമാണ്. അത് അദ്ദേഹം തന്നെ സ്വന്തം കുഴി തോണ്ടി ഈ മരുന്നുകളൊക്കെ പോയി പുള്ളി കൊണ്ടുവന്നിപ്പം. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് he artificially constructed like, okay, ലിബിൻ അത് വിട്ടു എന്ന്. ഞാൻ വിട്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞ എല്ലാ മരുന്നിനും ഒരു പ്രവർത്തന രീതിയുണ്ട്, മെക്കാനിസം ഉണ്ട്, എഫിക്കസീസ് അന്ന് കാണിച്ചിട്ടുണ്ട്, ഇൻവിട്രോ ഓർ ഇൻവിവോ. ആൾക്കാർ ശ്രദ്ധിക്കുക, ആർസനിക് ആൽബത്തിന് ഒരൊറ്റ പഠനം പോലും ഇല്ല. അദ്ദേഹം തന്നെ പറഞ്ഞു ഹൈപ്പോത്തസിസ് ആണ്. അപ്പൊ ഞാനത് വിട്ടിട്ടില്ല. അത് ആദ്യം പറയാണ്, ആൾക്കാർ കേൾക്കുക. എഫിക്കസി, കൺട്രോൾ, RCT, ലിബിൻ വിട്ടു. തോമസ്, ലിസൺ സെക്കൻഡ് ഞാൻ ഫിനിഷ് ചെയ്തോട്ടെ. പിന്നെ താങ്കൾ പറഞ്ഞ IESR മനസ്സിലായോന്ന് അതിന് ഉത്തരം പറയണം. ഡോക്ടർ ലിബിൻ, നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ അവസരം തരുന്നുണ്ട്. 15 മിനിറ്റ് നിങ്ങൾക്ക് തരുന്നുണ്ട്. No, my aim is to respond to him because അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാനിഷ്ഠമാണ്, തെറ്റാണ്. അത് തെറ്റാകുമ്പോൾ മുഖത്ത് നോക്കി തെറ്റാന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് കണ്ടു ചെയ്യാനായിട്ട്. അദ്ദേഹം ഇത് പറഞ്ഞു പോയിരിക്കുകയാണ്, ലിബിൻ വിട്ടിട്ടില്ല. ആൾക്കാർ ശ്രദ്ധിക്കുക, അദ്ദേഹത്തിന് എഫിക്കസിയുടെ കാര്യത്തിലോ കൺട്രോളിന്റെ കാര്യത്തിനോ RCTയുടെ കാര്യത്തിനോ അദ്ദേഹത്തിന് ഉത്തരമില്ല. ചോദിക്കാൻ സമയമുണ്ട്, നെക്സ്റ്റ് സമയം ചോദിക്കാം. ഓക്കെ, അതുകൊണ്ട് അദ്ദേഹം ആദ്യം തുടങ്ങി വെച്ച കാര്യങ്ങൾ 3 അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. രണ്ടാമത്, അദ്ദേഹം ഇവിടെ പറഞ്ഞ റെഫറൻസ് റേഞ്ചിന്റെ കാര്യം, അദ്ദേഹത്തിന്റെ തന്നെ പഠനത്തിലെ റെഫറൻസ് റേഞ്ച് ആണ് ഞാൻ പ്ലോട്ട് ചെയ്ത് കാണിച്ചത്. എന്നിട്ട് ഇപ്പൊ അദ്ദേഹം വേറെ ഏതോ ഒരു പഠനത്തിൽ പോയി, അഗൈൻ ക്ലാസിക്കൽ സൂഡോ സയൻസ്, ഒരു കാര്യം പറയാൻ വേറെ ഉടനോട്ടിൽ പോകുന്നു. അദ്ദേഹത്തിന്റെ പഠനത്തിലെ സൈറ്റേഷന്റെ റെഫറൻസ് റേഞ്ച് വെച്ചാണ് ഞാൻ ഡാറ്റ പ്ലോട്ട് ചെയ്തത്. അപ്പൊ നിങ്ങൾ ഇവിടെ ഒറ്റ ചോദ്യമുള്ളൂ, ഹോമിയോപ്പതി ഡോക്ടറെ അടുത്ത് നിങ്ങൾ പോകുന്നു, നിങ്ങൾക്ക് CD4 വാല്യൂ കയ്യിലുണ്ട്, ഡോക്ടർ നോക്കിയിട്ട് ഓക്കെ നിങ്ങളുടെ CD4 വാല്യൂ മീനിൽ കുറവാ, അയ്യോ നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി കുറവാ എന്ന് ഏതെങ്കിലും ഡോക്ടർ പറയൂ? ആൻസർ ചെയ്യേണ്ടത് അദ്ദേഹം നീണ്ടു പോകാൻ അദ്ദേഹം പറഞ്ഞ റെഫറൻസ് റേഞ്ച് താങ്കൾക്ക് ചോദിക്കാനുള്ള അവസരം വരുന്നുണ്ട്. താങ്കളുടെ സമയത്ത് താങ്കൾ ചോദ്യം ചോദിക്കുക. തോമസ് ആകപ്പാടെ ഇവിടെ ചോദ്യം എന്റെയാണ് സമയം, എന്റെ സമയമാണ്, എന്റെ സമയത്ത് എനിക്ക് ചോദിക്കണം. ഇവൻ ശ്രദ്ധിക്കൂ, നമ്മൾ അത് ആദ്യം പറഞ്ഞതല്ലേ. താങ്കൾ പറഞ്ഞത് മുഴുവൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് പോരെ. താങ്കൾ ഒന്നാമത് കുറെ കള്ളത്തരം പറഞ്ഞു, രണ്ടാമത് താങ്കൾ റെഫറൻസ് റേഞ്ചിന് വേറെ പേപ്പറിലേക്ക് പോയി. ഇതൊക്കെ എനിക്ക് പൊളിക്കണ്ടേ? താങ്കളുടെ തന്നെ പഠനത്തിനകത്ത് മിസ്റ്റർ, നിങ്ങൾ തന്നെ നിങ്ങളുടെ റെഫറൻസ് റേഞ്ച് വെച്ച റെഫറൻസ് എനിക്കറിയാം. നിങ്ങളുടെ നിങ്ങളുടെ തന്നെ റെഫറൻസ് എടുത്തിരിക്കുന്നത് ഞാൻ. നിങ്ങൾ കൊണ്ടുവന്ന റെഫറൻസിന്റെ ഓതറുടെ പേര് പറയൂ, ആർട്ടിക്കലിന്റെ പേര് പറയൂ.
ലിസൺ 1 മിനിറ്റ്. ഞാൻ പറഞ്ഞിരിക്കുന്നത് മോഡറേറ്ററും ബാക്കിയുള്ളവരും ശ്രദ്ധിക്കുക. ഇവിടെ ലിബിൻ കൊണ്ടുവന്ന പഠനമല്ല, തോമസിന്റെ പഠനത്തിൽ റെഫറൻസ് റേഞ്ച് എന്ന് പറഞ്ഞൊരു സൈറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ആ citation പഠനത്തിൽ പോയിട്ട് ഞാൻ ചോദിക്കുന്നത് ഐ ഡോണ്ട് ഹാവ് യുവർ പേപ്പർ റൈറ്റ് നൗ. ഓക്കെ, ഐ കനോട്ട് ആൻസർ ദാറ്റ്. ഇറ്റ്സ് യുവർ പേപ്പർ. ആ പേപ്പർ വെച്ച് ശ്രദ്ധിക്കൂ. ആ പേപ്പറിന്റെ പേരാണ്, ഓതറിന്റെ പേരാണ് തക്കർ എറ്റാൽ 2011. എക്സാക്ട്ലി. ആ പഠനത്തിൽ 2003. അത് തന്നെ ഞാൻ അവിടെ റെഫർ ചെയ്തത്. യെസ്, ആ പഠനത്തിനകത്ത് ഈ മീൻ വാല്യൂ താങ്കൾ അവിടെ അപ്പുറത്ത് പോയിട്ട് 25% ക്വാർട്ടറൈൽ റേഞ്ച് എടുക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ പറഞ്ഞിരുന്ന കാര്യം, ഇവിടെ ഒരു ഹോമിയോപ്പതി ഡോക്ടറുടെ അടുത്ത് പോകുന്ന ആൾക്കാർക്ക് ഒരു ബ്ലഡ് റിപ്പോർട്ട് നോക്കിയിട്ട് അത് മീനിന് താഴെയാണ്. പരിശോധിക്കാനല്ല ലിബിൻ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, നമ്മുടെ ചർച്ച ചെയ്യാനാണ്. നിങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഉത്തരം കറക്റ്റ് ആണ്. പോയിന്റ് ഡിസ്കഷൻ വളരെ കറക്റ്റ് ആണ്. അദ്ദേഹം പറയുന്നു മീനിന് താഴെയാണ് എടുക്കുന്നത്. അദ്ദേഹത്തിന്റെ എൻറ്റയർ പഠനത്തിനകത്ത് മീൻ താഴെ എടുക്കുന്നത്. അത് ഓഡിയൻസ് ശ്രദ്ധിക്കുക, തെറ്റാണ്, കപടമാണ്. നിങ്ങൾ ഒരു ഡോക്ടർ എടുത്ത് പോകുമ്പോൾ ലോവർ ആൻഡ് അപ്പർ റേഞ്ച് ഉണ്ട്. തോമസ് എടുത്തത് മീനാണ്. ആ പഠനത്തിൽ മീൻ അദ്ദേഹം എടുത്തത് ബിക്കോസ് ഇറ്റ്സ് കൺവീനിയന്റ് ഫോർ ഹിം. അത് തെറ്റാണ്, അത് തെറ്റാണ്. തോമസ്, നിങ്ങളുടെ തന്നെ ലിസൺ നിങ്ങളുടെ തന്നെ പ്രസന്റേഷനിലെ ഡാറ്റയാണ് ഞാൻ നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്ത് കാണിച്ചു തന്നത്. ലെറ്റ് മീ ഷെയർ മൈ സ്ക്രീൻ. ഐ ഹാവ് ഓൾസോ ദി ഓപ്പർച്യൂണിറ്റി ടു ഷെയർ മൈ സ്ക്രീൻ, റൈറ്റ്? Let me just share the screen. Okay, thank you. ഇല്ല സർ, ഇവിടെ എന്റെ സമയം. You cannot share. ഇവിടെ എല്ലാവർക്കും ഇത് പെട്ടെന്ന് കാണാമല്ലോ. ഈ പഠനം ഇവിടെ കാണാമല്ലോ. നമ്മൾ ഇതിനെ ആർഗ്യൂ ചെയ്യുന്നത്. ഈ പഠനം എല്ലാവർക്കും വ്യക്തമായി കാണാം. ഇവിടെ ഫീമെയിൽ ഈ പറഞ്ഞ റെഫറൻസ് റേഞ്ച് എന്ന് അദ്ദേഹം പറയുന്ന പഠനം, ഇത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നൊന്നും അല്ല. ഇത് അദ്ദേഹം വ്യക്തമായിട്ട് പ്ലോട്ട് ചെയ്ത് 3 പേരേ ഉള്ളൂ. കണ്ടു, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. ഇതേ പഠനത്തിന്റെ റെഫറൻസ് ഞാൻ പറഞ്ഞു തരാം. ഇത് പറഞ്ഞിരിക്കുന്നത് 381 to 1565 എന്നല്ല, അത് കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ പോപ്പുലേഷൻ മീനാണ്. ഞാൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കേരളം ഉൾപ്പെടുന്ന സൗത്ത് ഇന്ത്യൻ മീനെ പറ്റിയാണ് പറഞ്ഞത്. ഞാൻ അവിടെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നല്ലോ, അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ആ മീൻ 538 ആണ് ഇന്ത്യൻ പോപ്പുലേഷൻ മീൻ. ഇതാണെങ്കിൽ അതിന് കാരണമുണ്ട്. ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ ഈ മീനിൽ കൃത്യമായ കുറവ് വന്നിട്ടുണ്ടെന്നും ആ കുറവ് പ്രത്യേകം പരിഗണിക്കണമെന്നും അത് റിസർച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്തെടുത്തത്, സൗത്ത് ഇന്ത്യൻ മീൻ എടുത്തത്. ആ സൗത്ത് ഇന്ത്യൻ മീൻ 538 മുതൽ 1701 വരെയാണ്. അതെന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഈ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന പിന്നെ റെഫറൻസ് പിന്നെ തക്കാർ എറ്റാൽ തന്നെയാണ്, ഞാൻ സമ്മതിക്കുന്നു. അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്. നിങ്ങൾ എന്താണ് ഇതിലേക്ക് പോകുന്നത്? ആ വാല്യൂ സൗത്ത് ഇന്ത്യൻ നിങ്ങളുടെ പഠനത്തിൽ തന്നെയാണ് ഇന്ത്യൻ പോപ്പുലേഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സൗത്ത് ഇന്ത്യൻ പോപ്പുലേഷൻ നിങ്ങളുടെ പഠനത്തിൽ പറഞ്ഞിട്ടില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ. യു ആർ ആർട്ടിഫിഷ്യലി കൺസിഡറിങ്. നിങ്ങളുടെ പഠനത്തിൽ തന്നെ നിങ്ങൾ ഇന്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്നു. അവസാനം ഞാനത് കയ്യോടെ പിടിച്ചപ്പം ഓടിപ്പോയി ആ പേപ്പർ നിങ്ങളുടെ പേപ്പറിൽ സൗത്ത് ഇന്ത്യൻ എന്നുള്ള സംഭവം ഇല്ല. നിങ്ങളുടെ പേപ്പറിൽ സൗത്ത് ഇന്ത്യൻ ഇല്ല. അത് കപടമാണ്, കപടമാണ്. നിങ്ങളുടെ പേപ്പറിൽ ഇന്ത്യൻ പോപ്പുലേഷൻ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങളുടെ പേപ്പറിൽ നിങ്ങൾ എഴുതിയത് ഇന്ത്യൻ പോപ്പുലേഷൻ. ഒരു മിനിറ്റ്, ഞാനൊന്ന് അദ്ദേഹം ഫിനിഷ് ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇംപാക്ട് അസസ്മെന്റ് സ്കോർ. ഇത് അടുത്ത സെഷനിൽ ഞാൻ അഡോണായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ സർ മോഡറേറ്ററോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പ്ലീസ് ഡോക്ടർ സുരേഷ്, പ്ലീസ് ലിസൺ. യെസ്, കേൾക്കാലോ അല്ലെ? ഒരു കാര്യം പറയാനുണ്ട്. സമ്മതിക്കാൻ പറ്റില്ലെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ നമുക്കും കുറെ പറയാനുണ്ട്. വെയിറ്റ് എ മിനിറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഹലോ, പാർട്ടിസിപ്പേഷൻ സംസാരിക്കാൻ പറ്റില്ല. നോ, യു ആർ നോട്ട് അലൗഡ്. പാനലിസ്റ്റ് അല്ലാതെ വേറെ ആരും ഇതിനകത്ത് സംസാരിക്കാൻ പാടില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല. ഓക്കെ, തോമസിന്റെ 3 മിനിറ്റ് സമയം കൂടെ റിമൂവ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അദ്ദേഹത്തെ റിമൂവ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഇവിടെ ഈ സംഗതിയില് പാനലിസ്റ്റ് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് ആദ്യം തന്നെ ആയിക്കോട്ടെ. അദ്ദേഹം അത് ചോദിച്ചപ്പോൾ അദ്ദേഹം റിമൂവ് ചെയ്യേണ്ട ആവശ്യമാണ്. അദ്ദേഹമാണ് ഇത് ലൈവ് റെക്കോർഡ് ചെയ്യുന്നത്. അദ്ദേഹത്തെ റിമൂവ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അദ്ദേഹത്തെ തിരിച്ചിടൂ, കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. ഇത് പബ്ലിക് ആക്കട്ടെ, ഇത് പബ്ലിക് കേൾക്കട്ടെ. ഇത് ലൈവ് റെക്കോർഡ് ചെയ്ത വ്യക്തി അദ്ദേഹമാണ്. ഡിസ്കഷൻ നടക്കുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ, പാർട്ടിസിപ്പൻസിന് സംസാരിക്കാൻ സാധിക്കില്ല, അനുവാദം ഇല്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. ഒരു മിനിറ്റ്, അത് പാടില്ലല്ലോ. ഇത് ലൈവ് റെക്കോർഡ് ചെയ്യുന്ന എന്റെ ഭാഗത്ത് നിന്ന് ആളാണ്. അദ്ദേഹത്തോട് ഒരു വാണിംഗ് കൊടുക്കാതെ എക്സിറ്റ് അടിച്ചത് ഇത് നടക്കുന്ന കാര്യമല്ല.
കാരണം ഇത് എനിക്ക് ഇറ്റ് ഇസ് നോട്ട് ബിറ്റ്വീൻ മീ ആൻഡ് തോമസ്. ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെ കപടത മനസ്സിലാവണം. കൺട്രോൾ ഇല്ലാത്തതിന്റെ കാര്യവും മനസ്സിലാക്കണം. വ്യക്തമായിട്ട് മനസ്സിലാവണം. വ്യക്തമായിട്ട് ഫോമിൽ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങള്. ഇത് പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എക്സിറ്റ് അടിക്കും ഇല്ല, അതിൽ ഒന്നും പറഞ്ഞിട്ടില്ല. സംസാരിക്കുന്നത് അതൊന്നും പറയുന്നില്ല. കാര്യം നമ്മുടെ ചർച്ച വേറെ ഇടപെടേണ്ട ആവശ്യത്താണ്. ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ലിബിൻ, നമുക്ക് സുരേഷ് ഇത് തിരിച്ചു കൊണ്ടുവരണം. അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരണം. അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ റെക്കോർഡ് നടക്കില്ല. റെക്കോർഡ് നടക്കുന്നത് കസ്റ്റമർ ഇടാൻ പറ്റത്തില്ല. ഇത് ലൈവായി സ്ട്രീം ചെയ്യുന്ന അദ്ദേഹമാണ്. ഓക്കെ, അത് തിരിച്ചു കൊണ്ടുവരണം. ഇനി ചർച്ച മുന്നോട്ട് പോകണമെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരണം. കാരണം നിങ്ങൾ ക്ലോസ്ഡ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യേണ്ടല്ല ഹോമിയോപ്പതി. ഇവിടെ എല്ലാവർക്കും സമയത്തിന് വിലയുണ്ട്, മനസ്സിലാക്കുക. ഇവിടെ ആർസനിക് ആൽബം എന്ന് പറഞ്ഞ സാധനം, ഇനി ഞാൻ ഒന്നുകൂടി ഫിനിഷ് ചെയ്തോട്ടെ. ഇനി അദ്ദേഹം പറഞ്ഞ കുറെ പോയിന്റ് പറഞ്ഞതിനകത്ത് അദ്ദേഹം പറഞ്ഞല്ലോ ഈ എഫിക്കസി സ്റ്റഡി അതാണ് ഇതാണ്. ഞാൻ എന്റെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കൂടുതൽ പഠനങ്ങൾ വേണമെന്നൊക്കെ. പേജ് നമ്പർ അദ്ദേഹത്തിന്റെ 103 അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അയ്യോ ലോക്ക്ഡൌൺ കാരണം പഠനത്തിന് RCT പറ്റിയില്ല, അതാണ് നമുക്ക്. ഇത്രയും പരിമിതികൾ ഉണ്ടായിട്ട് തന്നെ അദ്ദേഹം വെണ്ടയ്ക്ക് പോലെ എഴുതിച്ചിരിക്കുകയാണ്. ആർസനിക് ആൽബം ഷുഡ് ബി പ്രിസ്ക്രൈബ്ഡ് ഇൻ ക്വാറന്റൈൻ. ആർസനിക് ആൽബം ഷുഡ് ബി ഗീവൺ ഇൻ ഹോസ്പിറ്റൽസ്. ആർസനിക് ആൽബം ഷുഡ് ബി ഗീവൺ ഇൻ അത് മറ്റേത് മറിച്ചത് ആസ് ആൻ ഇമ്മ്യൂൺ ബൂസ്റ്റർ പ്രിവെന്റീവ്. ഇത്രയും പരിമിതികളുള്ള അയാള് അദ്ദേഹം തൊട്ട് മുകളിൽ എഴുതി വെച്ച കാര്യങ്ങൾ അതല്ല. ഇത് പൊതുജനം കേൾക്കുക. അദ്ദേഹം തന്നെ പറഞ്ഞു പഠനത്തിനകത്ത് പരിമിതിയുണ്ട്, RCT ചെയ്യാൻ പറ്റിയില്ല, ലോക്ക്ഡൌൺ ആയിരുന്നു, ഞങ്ങൾക്ക് മെക്കാനിക്സ് അറിയത്തില്ല ഒക്കെ പറഞ്ഞിട്ട് റെക്കമെൻഡേഷൻ പറയാം കൊടുക്കണം കൊടുക്കണം കൊടുക്കണം. ഒന്ന് പൊതുജനം ചിന്തിക്കുക. അദ്ദേഹത്തിന്റെ പഠനത്തത് വി ഷുഡ് ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് ഒരു 7-8 തവണ വെണ്ടയ്ക്ക് പോലെ എഴുതി വെച്ചിട്ടുണ്ട് ആസ് എ പ്രിവെന്റഡ് ഇമ്മ്യൂൺ ബൂസ്റ്റർ. ഈ പഠനത്തിന് ഓക്കെ, ഇതൊക്കെ അദ്ദേഹം പറഞ്ഞു പോയ കാര്യങ്ങളാണ്. അദ്ദേഹം പറഞ്ഞ പേജ് 103 അതേ പേജിലെ കാര്യം ഞാൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞ അതേ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യം ഞാൻ റിഫ്യൂട്ട് ചെയ്തു. എഫിക്കസി കൺട്രോൾ RCT ഞാൻ വിട്ടിട്ടില്ല, അദ്ദേഹം പറഞ്ഞിട്ടില്ല. റെഫറൻസ് റേഞ്ച് അദ്ദേഹത്തിന്റെ പഠനത്തിൽ, ഇന്ത്യൻ പോപ്പുലേഷൻ അദ്ദേഹത്തിന്റെ പഠനത്തിലുള്ളത്, അത് ഞാൻ കോട്ട് ചെയ്തു. എനിക്ക് വേണേ അതേ പഠനത്തിൽ പോയി സൗത്ത് ഇന്ത്യൻ. മൂന്നാമത്തത് അദ്ദേഹം പറഞ്ഞത് പരിമിതികളുള്ള പഠനം ഷുഡ് ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇത് മൂന്നും അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്. ഇനി അദ്ദേഹം ലാസ്റ്റ് ചോദ്യം ചോദിച്ചു പുള്ളിയുടെ എൻഡ് മുമ്പ്, നിങ്ങൾക്ക് ഈ ഇമ്പാക്ട് എന്താണ് അസസ്മെന്റ് സ്കോർ ഈ പറഞ്ഞ പോലെ അത് അറിയാവോ എന്ന് ചോദിച്ചു. നിങ്ങൾ കുറെ പഠനം കൊണ്ടുവന്നല്ലോ, BMJ പിന്നെ വേറെ കുറെ പഠനങ്ങളൊക്കെ കൊണ്ടുവന്നല്ലോ. ആ പഠനത്തിലൊക്കെ ഈ സ്കോർ അളന്ന ശേഷം പറഞ്ഞോ ഇമ്മ്യൂണിറ്റി കുറവാന്ന്? അവർക്കെല്ലാം മാനസിക സമ്മർദ്ദം മൂലം അവരുടെ CD4 കുറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടോ? മാനസിക സമ്മർദ്ദം മൂലം ഒരു CD4 കൗണ്ട് കൊണ്ട് മാത്രം ഇമ്മ്യൂണിറ്റി കുറയുമെന്ന് പറയുന്ന ലോകത്തിലെ ആദ്യത്തെ വ്യക്തി നിങ്ങളായിരിക്കും. ഇവിടെ മനുഷ്യന്മാർക്ക് നോർമൽ CD4 കൗണ്ട് ഉണ്ടായിട്ട് തന്നെ പല രീതിയിൽ സിഗ്നലിംഗ് പാത്വേസിലും പല രീതിയിൽ മ്യൂട്ടേഷൻസ് ഉണ്ടായിട്ടും കുറവുണ്ട്. ഇവിടെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പല ആൾക്കാർ ജനറ്റിക് മ്യൂട്ടേഷൻസ് വരുന്നുണ്ട്. അവരുടെ CD4ഉം B സെല്ലും ഒക്കെ നോർമൽ ആണ്, ബട്ട് ദേ ആർ ഇമ്മ്യൂണോ ഡെഫിഷ്യന്റ്. ഇതൊന്നും അറിയാതെ താങ്കൾ പറഞ്ഞ BMJ പേപ്പർ പിന്നെ ഡൽഹി പഠനം ഒക്കെ പറഞ്ഞു ഈ സ്കോർ ഉപയോഗിക്കുന്നുണ്ട്. ക്വസ്റ്റ്യനെയർ ചോദിച്ചാൽ നമുക്ക് അങ്ങ് സൈക്കോളജിക്കൽ ഡിസ്ട്രസ് വഴി ഇമ്മ്യൂണിറ്റി, ആ പഠനങ്ങളിലൊക്കെ എവിടെയാണ് ഇമ്മ്യൂണിറ്റി കുറഞ്ഞായിട്ട് പറയുന്നത്? കുറെ സ്കോർ എഴുതി വെച്ച് കഴിഞ്ഞ ശേഷം ഒരൊറ്റ തള്ളലാണ് ഇമ്മ്യൂണിറ്റി കുറഞ്ഞു എന്ന്. അത് തെറ്റാണ്, കപടമാണ്. അത് പൊതുജനം മനസ്സിലാക്കണം. താങ്ക് യു. ഈ പഠനങ്ങളിലൊക്കെ ഞാൻ കൊണ്ടുവന്ന പഠനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറയേണ്ടത് ഇത് ഇമ്മ്യൂൺ സപ്രസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. പിന്നെ IAS പറ്റിയിട്ട് ഈ IAS ഞാൻ പറയട്ടെ, ഇപ്പോ ഈ സിംഗിൾ പാർട്ടിക്കിൾ ട്രാക്കിംഗ്, ക്യൂഡോട്ട് ലേബലിംഗ്, അല്ലെങ്കിൽ പിന്നെ ബ്രൗണിയ മൂവ്മെന്റ്, ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. പക്ഷേ IAS ആരെ പറ്റി ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അതെന്റെ സബ്ജക്റ്റാണ്. ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് ആ സബ്ജക്റ്റിനെ പറ്റിയിട്ട് വ്യക്തമായ ധാരണ ഇല്ലെങ്കിൽ സംസാരിക്കരുത്. അതാണ് ഏറ്റവും നല്ലത്. അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ പോകരുത്. ഇവിടെ IAS എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ടൂളാണ്. അത് സ്റ്റാൻഡേർഡൈസ് ചെയ്തതാണ്. അതിന് വാലിഡിറ്റി, റിലയബിലിറ്റി എല്ലാം, കൺസിസ്റ്റൻസി എല്ലാം ഉണ്ട്. അത്തരം സൈക്കോളജിക്കൽ ടൂളുകളെ പറ്റിയിട്ട് കൃത്യമായി ധാരണ ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ വന്നിരുന്നിട്ട് പറഞ്ഞാൽ വളരെ മോശമായിരിക്കും. അതങ്ങനെ ചെയ്യരുത്. മോഡറേറ്റർ എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. അതുകൊണ്ട് ഇത് ഒരു മിനിറ്റ് തോമസ്, നമ്മുടെ ഡിസ്കഷൻ നമ്മൾ തമ്മിലല്ല. ഇത് കേൾക്കുന്ന പലർക്കും താങ്കൾ പറഞ്ഞ തെറ്റാന്ന് മനസ്സിലാവുന്നത് കൊണ്ട് റെക്കോർഡിംഗ് റെസ്യൂം ചെയ്യാൻ പറഞ്ഞ് റിക്വസ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് മോഡറേറ്റർ ദയവ് ചെയ്ത് ഇപ്പോൾ എക്സിറ്റ് അടിപ്പിച്ച അദ്ദേഹത്തെ തിരിച്ചു വരുത്തുക. അദ്ദേഹമാണ് റെക്കോർഡ് ചെയ്യുന്ന ആള്. ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞു ഡെമോക്രാറ്റിക് അല്ലായിട്ടാണ് ഡിബേറ്റ് പോകുന്നത്. എന്റെ ഭാഗത്തുനിന്ന് കുറെ പേര് സൈൻ ചെയ്തിട്ട് അവർക്ക് എൻട്രി ചെയ്യാൻ പറ്റിയിട്ടില്ല. ഡോക്ടർ കാന സുരേഷ്, കൃഷ്ണപ്രസാദ്, നാദി, ഇങ്ങനെ കുറെ പേര് കൊടുത്ത് എൻട്രി ചെയ്തിട്ട് ഡൂയിങ് ദ ഡിബേറ്റ്. ഞാൻ എന്റെ സമയം കളയുന്നത് രജിസ്റ്റർ ചെയ്ത ആളുകൾ ഇവിടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്.
Excuse me, അത്തരത്തിലുള്ള excuse me, Kana got an email ഇല്ല, confirmation. Kana got an email confirmation. അങ്ങനെ സംസാരിക്കാൻ Kana പാടില്ല. got an email ഇല്ല, confirmation. ഇല്ല, നിങ്ങൾ ഒരു സംഭവിച്ചില്ല. എന്നിട്ടും താങ്കൾ പറഞ്ഞിട്ട് ഞാൻ okay. ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ എന്റെ സമയത്ത് ഇടപെടരുത്. നിങ്ങൾ ഇടപെടരുത്. എന്താണ് ഇദ്ദേഹം ഇപ്പൊ പോയ ആള് ലിസൺ പോയ ആള് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ലിസൺ ഞാൻ പറഞ്ഞത് റെക്കോർഡ് ചെയ്യട്ടെ. റെക്കോർഡ് ചെയ്യണമെങ്കിൽ ആദ്യമേ ഇത് ഈ ഡിബേറ്റിന്റെ ഫോം ഫില്ല് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദോസ് ഹു ആർ വയലേറ്റിംഗ് ദ റൂൾസ് വിൽ ബി ഇമ്മീഡിയറ്റ്ലി റിമൂവ്ഡ്. അവിടെ വന്നിട്ട് അദ്ദേഹത്തിന് ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല, ഒരു അക്ഷരം സംസാരിക്കരുത്, അദ്ദേഹം എല്ലാ ഇതിൽ ചെയ്യുന്ന പോലെ ചെയ്യാൻ പാടില്ല. ഇവിടെ അതിന്റെ റൂൾസ് ഉണ്ട്. സാർ ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ. യെസ് ലിബിൻ, അദ്ദേഹത്തെ അനുവദിക്കാം, പക്ഷെ ഇവിടെ ഒരു സംസാരം പാടില്ല, ഇതിനകത്തൊരു കമന്റ് രേഖപ്പെടുത്താൻ പാടില്ല. അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാതെ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതല്ല, കാരണം ഇത് ലൈവ് ആയിട്ട് ആൾക്കാർ കാണുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. റെക്കോർഡിംഗ് റെസ്യൂം ചെയ്തിട്ട് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുമല്ലോ, ആണല്ലോ. ഈ ഡിബേറ്റിനകത്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിക്കുന്നു? ഫോൺ നമ്പറും എഡ്യൂക്കേഷനും ഡെസിഗ്നേഷനും ഒക്കെ, അതും ആ ഒരു വ്യക്തി. ഓക്കെ, എനിക്ക് എന്റെ ഫോൺ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഡിബേറ്റ് ചെയ്യാനായിട്ട്. Why should I give it? അപ്പൊ പ്രൈവസി ഒക്കെ കളഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നില്ല ലിബിൻ. ആ രജിസ്ട്രേഷൻ പോലെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എത്രയോ വേറെ ആൾക്കാരെ മാത്രമേ ഇതിനകത്ത് എൻ്റർ ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളൂ. ഓക്കെ, രജിസ്റ്റർ ചെയ്ത ആൾക്കാരിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ വിട്ട ആളെ തിരിച്ചു കൊണ്ടുവരാതെ റെക്കോർഡിംഗ് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഐ എം സോറി ടു സേ ദിസ്. കാരണം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, എന്റെ സമയം കളഞ്ഞ് വന്നിരിക്കുന്നത് തോമസിനെ പഠിപ്പിക്കാനല്ല. ഇത് കേൾക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് അതിന്റെ പൊള്ളത്തരം മനസ്സിലാവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ലിബിൻ, അദ്ദേഹം റെക്കോർഡ് ചെയ്തതിന് കുഴപ്പമില്ല, പക്ഷെ ഇവിടെ അഭിപ്രായ പ്രകടനം നടത്താൻ യാതൊരു വിധത്തിലും അനുവദിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഓക്കേ ഫൈൻ, പ്ലീസ് ബ്രിങ് ഹിം ബാക്ക്, ലെറ്റ് ഹിം കണ്ടിന്യൂ ദി റെക്കോർഡിംഗ്. ഞങ്ങളുടെ കയ്യിൽ റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് അയച്ചു തരും. അയാൾ വേണമെന്നില്ല. വൺസ് ഒരാളെ റിമൂവ് ചെയ്താൽ വെയിറ്റിംഗ് റൂമിൽ ആരുമില്ല സർ, വെയിറ്റിംഗ് റൂമിൽ ആരുമില്ല. ഓക്കേ സർ, ഞാൻ കണ്ടിന്യൂ വെയിറ്റിംഗ് റൂമിൽ ആളില്ല, വന്നാൽ അഡ്മിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ് യെസ്. പക്ഷെ അയാളെ തിരിച്ചു വന്നാലും അയാളുടെ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് പാലിക്കാൻ പറയണം, ഒരു അക്ഷരം വേണ്ടെന്ന് പറയണം, നിർബന്ധമാണ്. പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഞാൻ മുന്നോട്ട് വെച്ച ആ ലേഖനങ്ങൾ IAS ഇമ്പാക്ട് ഓഫ് ഇവന്റ് സ്കെയിലിനെ പറ്റിയുള്ള ധാരണയൊന്നും ഈ റിസർച്ചർക്ക് ഇല്ല. റിസർച്ചർ ഇല്ലാതെയാണ് അദ്ദേഹം അതിനായിട്ട് സംസാരിക്കുന്നത്, എവിടെയാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ നിങ്ങൾ ചെയ്യുന്ന റിസർച്ചുകൾ മാറ്റം വലുതും മറ്റുള്ളവർ ചെയ്യുന്ന റിസർച്ച് ചെറുതും വന്നിട്ട് ധാരണ വെക്കാൻ പാടില്ല. ഈ പറഞ്ഞ റിസർച്ചുകളൊക്കെ ഞാൻ പറഞ്ഞ റിസർച്ചുകൾ വന്നിരിക്കുന്നത് അല്ല ഒന്നാം തരം പിന്നെ ആർട്ടിക്കിളുകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ഏത് ജേണലുകൾ, നല്ല ജേണലുകളാണ് വന്നിരിക്കുന്നത്. ആ ജേണലുകളിൽ വന്നിരുന്ന ആർട്ടിക്കിളെ പറ്റിയിട്ട് മോശമായത് പറയും. ഇത് പുറമെ നിൽക്കുന്ന ആളുകൾ കാണുന്നുണ്ട് ഏതൊക്കെ ആർട്ടിക്കിളാണ്, ഈ ഇമ്പാക്ട്സ് ഓഫ് ഇവന്റ് സ്കെയിലിനുള്ള പ്രത്യേകത എന്താണ്, അതിന്റെ റിലയബിലിറ്റി എന്താണ്, വാലിഡിറ്റി എന്താണ്, അതിനെ എങ്ങനെ അറിയില്ല, അതിനെപ്പറ്റി അറിയില്ലാത്ത ആളുകൾ എങ്ങനെയെല്ലാം പറയുമെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പുറമെന്ന ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പൊ എഫെക്സി പഠനമാണ്. രണ്ടാമത്തെ എനിക്ക് പറയാനുള്ളത് ഇതിന്റെ എഫെക്സിലേക്കാണ്. എഫെക്സി എന്താണെന്നും ഇപ്പോഴും അദ്ദേഹം സമ്മതിക്കുന്നില്ല. പക്ഷെ റിസർച്ചർ എന്ന നിലയ്ക്ക് എഫിക്കസിനെ സംബന്ധിച്ച് എന്താണ്, എഫെക്സി പഠനങ്ങൾ എങ്ങനെ നടത്താമെന്നതിനെ പറ്റിയിട്ടും സമ്മതിക്കുന്നില്ല. അത് വളരെ കൃത്യമായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എഫിക്കസി എന്താണ്, എഫിക്കസിനെ എങ്ങനെയാണ് സംഭവിക്കുക. ഇതിപ്പോ ഞാൻ കുറെ സംഗതികൾ പോയിട്ട് ഒറ്റയടിക്ക് തിരഞ്ഞെടുത്തതൊന്നുമല്ല. ഈ റിസർച്ച് നടക്കുന്ന സമയത്ത് ഫ്രം ദ ബിഗിനിങ് ഓൺവേർഡ്സ് എനിക്ക് കൃത്യമായ ധാരണയുണ്ട് ഇത് എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ക്വാസി എക്സ്പെരിമെന്റ് ഡിസൈൻ എന്താണ്, അവിടെ എന്താണ് ചെയ്യേണ്ടത്, സിംഗിൾ ഗ്രൂപ്പ് അസൈൻമെന്റ് ആണ്, അല്ലോ ക്വസ്റ്റൻ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കൃത്യമായ ഒരു സമയത്ത് ഇത് ഈ റിസർച്ചിന്റെ ഇത് പറഞ്ഞ സമയത്തല്ല ചെയ്തത്. ഞാൻ ഓരോ സമയത്തും പറയുന്നുണ്ട് എന്റെ റിസർച്ചിന്റെ ഡിസൈൻ ക്വാസി എക്സ്പെരിമെന്റൽ ആണ്. ക്വാസി എക്സ്പെരിമെന്റിൽ ഉപയോഗിച്ചിട്ട് എഫിക്കസി സ്റ്റഡീസ് നടത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഇത് പറ്റി ചിലപ്പോ വിമർശകർക്ക് മനസ്സിലായിണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ഈ പുറത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എഫിക്കസി സ്റ്റഡി എങ്ങനെ ഉപയോഗിക്കാം, ഏതെല്ലാം സാധ്യതകൾ ഉണ്ട് എന്നുള്ളത്. പിന്നെ ഒരു എഫിക്കസി സ്റ്റഡി ഉപയോഗിക്കുമ്പോൾ അത് RCT തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ? RCT തന്നെ വേണം നിർബന്ധം ഉണ്ടെന്നാണ് ഈ പ്രസന്റേഷനിൽ പോലും കുറച്ച് സമയത്ത് പോലും ഇദ്ദേഹം പറഞ്ഞത്. അതും കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, RCT ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിക്കുന്നത്, RCT ഉപയോഗിക്കാതെ എഫിക്കസി പഠിക്കാൻ പറ്റുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? എഫിക്കസി പഠനത്തിന് RCT ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ? ഇനി ചെറിയ സാമ്പിൾ ഉപയോഗിച്ചിട്ടും RCT ചെയ്യാൻ സാധ്യമാണോ? ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്പൊ ഞാൻ ചോദിക്കുന്നു. ഉത്തരം തരാം. ഓക്കെ, ഇനി ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ച് കേൾക്കുക. 3 കാര്യം ചോദിച്ചിട്ടുണ്ട്: IAS സ്കോറിംഗ്, എഫിക്കസി, RCT. വ്യക്തമായിട്ട് പൊതുജനം കേൾക്കുക. ഇത് ചെയ്യുന്നത് തോമസിന് മനസ്സിലാവാനല്ല. അദ്ദേഹം പറഞ്ഞു IAS സ്കോറിനെ പറ്റി എനിക്ക് അറിയത്തില്ല, എന്റെ വിഷയം ബ്രൗണിയൻ ഡിഫ്യൂഷനും ക്വാണ്ടം ഡോട്ടും
മറ്റേതൊക്കെയാണ്. IA സ്കോറിംഗിൽ ഈ ഇദ്ദേഹം പറഞ്ഞ പോലെ കുറെ സർവേ എടുത്ത് വന്ന് സബ്ജക്റ്റീവ് ഡിസ്ട്രസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിച്ചേക്കാം, ഒരൊറ്റ തള്ളാണ് അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവാണ്. ഞാൻ ഇമ്മ്യൂണോളജിസ്റ്റ് ആണ്, അത് എന്റെ ഫീൽഡാണ്. ഇദ്ദേഹം ഇമ്മ്യൂണിറ്റി കുറഞ്ഞു, CD4 കൗണ്ട് കൗണ്ട് പറഞ്ഞത് കപടമാണ്, അട്ടപ്പടലം തെറ്റാണ്. വാട്ട് ഈസ് സെയിങ് ഈസ് ജസ്റ്റ് ബ്ലഫിംഗ്. എന്റെ വിഷയമാണ്, ഞാൻ ഇമ്മ്യൂണോളജിസ്റ്റ് ആണ്. ഒരു CD4 വെച്ചിട്ട് അല്ല കുറഞ്ഞത്. അദ്ദേഹം ഈ സർവേ എല്ലാം എടുത്തോ, അതിൽ സ്കോർ ഉണ്ടാക്കി വെച്ചോ, എന്നിട്ട് അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കാം ഹൈപ്പോത്തസിസ് ചെയ്തോ. അദ്ദേഹം കൊണ്ടുവന്ന ഡൽഹി പഠനത്തിലും BJMJ പഠനത്തിലൊന്നും അവര് ഈ പറഞ്ഞ പോലത്തെ തള്ളൊന്നും ചെയ്തിട്ടില്ല. ഈ തള്ളൽ ചെയ്തിട്ടുള്ള തോമസ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, എഫിക്കസി അദ്ദേഹം പറഞ്ഞത്. ഇത് പൊതുജനം മനസ്സിലാക്കണം. ഒരു മരുന്ന് നിങ്ങൾ ശരീരത്തിലേക്ക് കൊടുക്കുമ്പോൾ അത് എന്ത് പ്രവർത്തനം ചെയ്യട്ടെ, അത് ക്യാൻസർ കൊല്ലുന്ന ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിൽ ഒരു എഫക്റ്റ് ഉണ്ടാവുന്നാകട്ടെ, അതിന് ഒരു മിനിമം ഒരു അറിവ് വേണം ആ മരുന്ന് എന്തായിരിക്കാം നിങ്ങളുടെ ശരീരത്തിൽ ചെയ്യുന്നതെന്ന്. അതായത് ആ അറിവ് കിട്ടുന്നത് ഒന്നെങ്കിൽ ലാബിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന്, ഓക്കെ ഇത് കുറെ ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, ഇത് ഇന്ന പാത്ത് ആക്ട് ചെയ്യുന്നുണ്ട്, ഇത് ഇങ്ങനെയാണ് ചെയ്യുന്ന ഒരു അറിവ്. അത് കഴിഞ്ഞ് ക്ലിനിക്കൽ ട്രയലിൽ പോയിട്ട് മൗസിൽ ഒരു അറിവ്, ഇങ്ങനെയൊക്കെ അറിവ് കിട്ടി കഴിയുമ്പോൾ ഓക്കെ വി ഹാവ് ഇനഫ് ബോഡി ഓഫ് എവിഡൻസ് കിട്ടി കഴിഞ്ഞു കഴിയുമ്പോൾ നോക്കും, ഓക്കെ ലെറ്റ്സ് ഡു ആൻ ഇന്റർവെൻഷൻ. ആ ഇന്റർവെൻഷൻ ചെയ്യുന്ന നേരത്തെ സ്റ്റഡി ഡിസൈൻ നോക്കും എങ്ങനത്തെ ഇന്റർവെൻഷൻ ആണ് വേണ്ടത് എന്ന്. അന്നേരം വളരെ സ്പെഷ്യൽ കേസിൽ ഞാൻ പറഞ്ഞു എത്തിക്കലായിട്ട് ആന്റി ക്യാൻസർ ഡ്രഗ് ഉണ്ട്, ആ ഡ്രഗ് കൊടുത്താൽ ക്യാൻസർ മാറും. പക്ഷെ അത് പ്രൂവ് ചെയ്യാനായിട്ട് ക്യാൻസർ ഉള്ള ആളുടെ അടുത്ത് അവർക്ക് പൊള്ള മരുന്ന് കൊടുക്കുന്നത് എത്തിക്കലി അലൗഡ് അല്ലാത്തത് കൊണ്ട് വളരെ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിൽ മാത്രം അറിവുള്ള ബോഡി ഓഫ് എവിഡൻസ് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അത് ഉപയോഗിക്കാൻ നേരത്തെ ചില കണ്ടീഷൻസിൽ മാത്രം. ഈ പത്തനംതിട്ട പഠനത്തിൽ അവർക്ക് ഒരു എത്തിക്കൽ റീസണും ഇല്ല ഇതിനകത്ത് ഒരാൾക്ക് പൊള്ളമരുന്ന് കൊടുക്കാൻ. അത് അദ്ദേഹം സ്റ്റഡി ചെയ്ത അദ്ദേഹത്തിന്റെ ഫ്ലോ ആണ്. ആ ഫ്ലോ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അവിടെ കിടന്നുരുളുകയാണ്. ഇതാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇത് വ്യക്തമായ ആൾക്കാർ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് തിരിച്ച് ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഈ പറഞ്ഞത് ചെയ്യാൻ വാട്ട് ഈസ് ദ കോൺഫിഡൻസ്, വാട്ട് ഈസ് ദ ബോഡി ഓഫ് എവിഡൻസ് ടു ഷോ ദാറ്റ് നിങ്ങൾക്ക് അത് ഞങ്ങൾ ക്വാസി ട്രയൽ അല്ലെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ RCT കൺട്രോൾ വേണ്ട എന്ന് പറയാൻ വാട്ട് ഈസ് ദ ബോഡി ഓഫ് എവിഡൻസ് ഫ്രം എ സിംഗിൾ പേപ്പർ ടു ഷോ എനിത്തിങ്? സീറോ. ആൾക്കാർ കേൾക്കുക, സീറോ. ആർസനിക് ആൽബം ഇന്ന് വരെ ഒരൊറ്റ പഠനത്തിൽ പോലും, അത് ഒരു മനുഷ്യനിൽ പോയിട്ട് ഒരു മൃഗത്തിൽ പോയിട്ട് ഒരു സെൽ കൾച്ചറിൽ പോയിട്ട് ഒന്നിനകത്തും ഇമ്മ്യൂണോളജിക്കൽ ആയിട്ട് ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നതായിട്ട് തെളിയിച്ചിട്ടില്ല. ഇതാകപ്പാടെ ഉള്ളത് അവരുടെ മെറ്റീരിയ മെഡിക്ക എന്നൊരു പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ജീനസ് എപ്പിഡെമിസിനകത്ത്. അതെടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അത് അമ്പതൊന്നും എടുക്കുന്ന കാര്യമല്ല. ഓക്കെ, ഇനി മൂന്നാമത്തത് RCT പറ്റി അദ്ദേഹം പറഞ്ഞത് ഈ ആണ്. ഇപ്പൊ പുള്ളിക്കാൻ ചോദിക്കുകയാണ് RCT എങ്ങനെ ചെയ്യുന്നു, എഫിക്കസി എങ്ങനെ പഠിക്കുന്നതാണോ പുള്ളി ഇപ്പൊ ചോദിച്ചത്. ഇവിടെ ഞാൻ പറയാണ്, ഒരു റാൻഡമൈസ് ക്ലിനിക്കൽ ട്രയൽ ചെയ്യുന്നതിന് മുമ്പ് അതൊരു എഫിക്കസി പഠനമാണെങ്കിൽ അതിന് മുമ്പ് ഒരു എവിഡൻസ് വേണം. വാക്സിൻ എടുക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് ഇദ്ദേഹം കുറെ കൊണ്ടുവന്ന പഠനങ്ങൾ മൊത്തം എടുക്കൂ. അദ്ദേഹം ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഈ ഇത്രയും ക്ലിനിക്കൽ ട്രയൽ എന്നെ ഒന്ന് ഡീബങ്ക് ചെയ്യാനായിട്ട്. കണ്ടോ ഈ നമ്മുടെ ജഗതി പറഞ്ഞ പോലെ എല്ലാത്തിലും വ്യക്തമായ ഒരു പ്രവർത്തന രീതിയെ പറ്റി എവിഡൻസ് ഉണ്ട്. ഇവരാരും ഈ പറഞ്ഞ മരുന്നുകളും അസിത്രോമൈസിനും അസിത്രോമൈസിൻ എന്താ ഞങ്ങൾക്ക് അറിയത്തില്ല, അത് എവിടെയും തെളിയിച്ചിട്ടില്ല, അതൊരു ഹൈപ്പോത്തസിസ് ആണ്, നമുക്ക് പഠനം നടത്താം, കൺട്രോൾ വേണ്ട എന്നൊന്നും അല്ല. ഇത് പൊതുജനം മനസ്സിലാക്കുക. ആർസനിക് ആൽബത്തെ പറ്റി ഹോമിയോപ്പതിക്കാർക്ക് ഒരു ഐഡിയ ഇല്ല. അങ്ങനെയുള്ളപ്പോഴാണ് പത്രിക പഠനം ഒരു പുകയിൽ നിന്നും തുടർന്ന പഠനമാണ്, കംപ്ലീറ്റ് പുകയിൽ നിന്ന് തുടങ്ങാണ്. ഓക്കെ, ആൻഡ് ഐ ഹാവ് ക്ലിയർലി ആൻസർഡ് 3 points. Thomas asked 3 things. IA scoring പുള്ളിക്കാരൻ പറഞ്ഞു ചെയ്തിട്ട് എന്റെ വിഷയമല്ല കമന്റ് ചെയ്യരുതെന്ന്. എന്റെ വിഷയമാണ് ഇമ്മ്യൂണോളജി ആൻഡ് ഹീ ഈസ് നോട്ട് ആൻ ഇമ്മ്യൂണോളജിസ്റ്റ്. ഞാൻ ഇമ്മ്യൂണോളജി റിസർച്ച് ആളാണ്. ഈ തള്ളല് സ്കോർ കുറഞ്ഞു, സബ്ജക്ട് ഡിസ്കസ് വന്നു, ഇമ്മ്യൂണിറ്റി കുറവാണ് എന്ന് വെണ്ടയ്ക്ക പോലെ എഴുതി വെച്ചു. തികച്ചും തെറ്റാണ്, കള്ളമാണ്. അതെനിക്ക് പറയാൻ അധികാരമുണ്ട്. സോ ഹിസ് ക്ലെയിം ഈസ് റോങ്. പുള്ളി എന്ത് സർവേ എടുത്തോ, സർവേയിൽ ചോദ്യം ചോദിച്ചോ, അതെങ്ങനെ ചോദിച്ചോ, അതെങ്ങനെ സ്കോറിംഗ് കിട്ടോ ഒന്നും വിഷയമുള്ള കാര്യമല്ല. അതിനുശേഷമുള്ള വൺ തള്ളൽ ഇമ്മ്യൂണിറ്റി കുറയുന്നുള്ളത് എന്റെ വിഷയമാണ്, ഞാൻ കമന്റ് ചെയ്യും. ഐ ആം ദി പേഴ്സൺ ടു ദാറ്റ് ആൻഡ് ഐ എം ടെല്ലിംഗ് ഇറ്റ്സ് റോങ്. അത് തോമസിനെ ആക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം തോമസിന്റെ വിഷയം അല്ല അത്. തോമസ് ഇമ്മ്യൂണോളജിയിൽ അല്ല റിസർച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തോമസ് താങ്കളുടെ ആ ഭാഗം താങ്കൾ പിൻവലിക്കണം. എനിക്കറിയാത്ത കാര്യങ്ങൾ പറയരുന്ന് പറയാം. എനിക്കറിയുന്ന കാര്യം തന്നെയാണ് വർത്താനം പറയുന്നത്. ഓക്കെ, ആൻഡ് സെക്കൻഡ് തിങ്, എഫിക്കസി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എഫിക്കസി RCT. അപ്പൊ താങ്കളുടെ ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരം ഞാൻ തന്നു കഴിഞ്ഞു. ഇപ്പോഴും ലിബിൻ പറയാണ്, ലിബിൻ വിട്ടിട്ടില്ല എഫിക്കസിയും കൺട്രോളും RCT. ടെൽ മീ എ സിംഗിൾ റീസൺ. തോമസ് ചോദ്യമായിട്ട് ചോദിക്കാണ്, എ സിംഗിൾ റീസൺ വൈ എഫിക്കസി cannot be done in പത്തനംതിട്ട.
എത്തിക്സ് പ്രശ്നമുണ്ടോ? ഇല്ല. എന്ത് പ്രശ്നമുള്ളത്? ഒരു പ്രശ്നവുമില്ല. അത് ഡിസൈൻ ചെയ്തില്ല, അത് ആലോചിച്ചില്ല. അങ്ങനെ ഒരു തെറ്റ് പറ്റി, അതങ്ങ് പറഞ്ഞോളൂ. ഒരാൾക്കും ഇവിടെ താങ്കളെ കൊല്ലാനൊന്നും പോകുന്നില്ല. അത് അന്നേരം ആലോചിച്ചില്ല. 16 പേരെ കിട്ടി, അങ്ങ് ചെയ്തേക്കാം. പിന്നെയാണ് മനസ്സിലായത് അയ്യോ ഇങ്ങനെ കൺട്രോൾ ഒക്കെ വേണമെന്ന്. ഈ താങ്കൾ തന്നെ പലപ്പോഴും ഫേസ്ബുക്ക് പോസ്റ്റിൽ കൺട്രോൾ ഇല്ല എന്ന് പറഞ്ഞ് പല പഠനങ്ങളെ വിമർശിച്ചിട്ടുണ്ട്. ഞാൻ ആലോചിക്കുക, താങ്കളാണോ വിമർശിക്കുന്നതെന്ന്? കൺട്രോൾ ഗ്രൂപ്പില്ല എന്നുണ്ട്, താങ്കളോട് അടുത്ത് കൺട്രോൾ ഇല്ല. അത് മനസ്സിലാക്കുക. അപ്പൊ പൊതുജനം മനസ്സിലാക്കുക. സംസാരിക്കേണ്ടത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടരുത്. അപ്പൊ ഞാൻ ഇടപെടും. രണ്ട് ചോദ്യം, എനിക്ക് ടൈം കിട്ടിയാലോ? സംസാരിച്ചാൽ മതി. അപ്പൊ എനിക്ക് സംസാരിക്കാൻ മനസ്സിലായോ? രണ്ട് ചോദ്യം തിരിച്ചോട്ട് സംസാരിക്കും. നിങ്ങൾ നമ്മൾ ഇതിലേക്ക് വരൂ. എന്തിനാ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ ഫേസ്ബുക്കിലെ പല ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ അതിലൂടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതിലേക്ക് വരൂ. ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്. എനിക്ക് എന്റെ ഫീൽഡാണ് സൈക്കോ ന്യൂറോഇമ്മ്യൂണോളജി. എനിക്കത് എന്നിട്ടാണോ തള്ളുന്നത്? അല്ലാതെ ഈ നിങ്ങളെ പറഞ്ഞ വാക്കുണ്ടല്ലോ തള്ളൽ, അത് നിങ്ങൾ ഉപയോഗിച്ചോളൂ. അത് പൊതുവേദി പറയരുത്. നാണക്കേടാ, പറയാൻ പാടില്ല. സത്യമാണ്, പൊതുജനം മനസ്സിലാക്കുക. നല്ല വാക്കുകൾ വേറെ ഉണ്ട്, അത് ഉപയോഗിച്ചാൽ സംസാരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇമ്മ്യൂണോളജിസ്റ്റ് ആണ്, ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്. അപ്പോ ഇത് ഞാൻ പറഞ്ഞ സ്കെയില് IAS എന്നുള്ള ഇമ്പാക്ട് ഓഫ് ഇവന്റ് സ്കെയിൽ സൈക്കോളജി സ്കെയിലാണ്. അതിനെ നിങ്ങളെക്കാൾ കൃത്യമായ ധാരണ എനിക്കുണ്ട്. എനിക്ക് സംസാരിക്കാം. പിന്നെ ധാരണ താങ്കൾ ഇങ്ങനെ കോവിഡ് ഉള്ള ആൾക്കാർക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടെന്ന് നിർത്തിയോ? അവിടെ ഇല്ലല്ലോ. മാനസമൃദ്ധി ഉള്ളത് കൊണ്ട് ഇമ്മ്യൂണിറ്റി പഠനത്തിൽ വന്നത്. സുഹൃത്തെ, കോവിഡുള്ള ആളുകളല്ല വന്നത്. താങ്കളുടെ വാക്ക് പിൻവലിക്കണം ലിബിൻ. പല പ്രാവശ്യം നിങ്ങൾ അത് ആ വാക്ക് ഉപയോഗിച്ചു. അത് ഇംഗ്ലീഷ് വാക്ക് എനിക്കറിയില്ല. എക്സാജറേഷൻ ഓപ്പൺ സ്ട്രീമിംഗ് ആണ് പറയുന്നത്. പോയി ഇത് അനുവദിക്കാൻ പറ്റില്ല. ഒരു പേഴ്സണൽ ഹറാസ്മെന്റിലേക്ക് പോകുന്നത് പേഴ്സണൽ ഹറാസ്മെന്റ് അല്ല. അദ്ദേഹം എന്നെ വ്യക്തിപരമായി പറഞ്ഞു. ഞാനിത് അദ്ദേഹം പറഞ്ഞു. പറയരുത്. ഈ നിമിഷം വരെ ലിബിൻ ഞാൻ മോശം സംസാരിച്ചില്ല. ലിബിനാണ് അൺപാർലമെന്ററി തള്ളൽ എന്ന വാക്ക് പറഞ്ഞത്. അത് പറയാൻ പാടില്ല, ഉപയോഗിക്കരുത് ലിബിൻ. ഇതൊരു പൊതുവേദിയാണ്. Unfounded claims, wrong, misleading, misinformation, wrong. അത് കൊള്ളാം. ഇപ്പോഴാണ് മാന്യമായത്. ഇപ്പൊ മാന്യമായി. അതിന്റെ ഏറ്റവും pushing it beyond the boundaries, extending it beyond the conclusion. ഓക്കെ, നല്ല വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യം കണ്ടിട്ട്, അതായത് നിങ്ങൾ സ്കോറിംഗ് എല്ലാം എടുത്ത ശേഷം അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി കുറവാണ് എന്ന് പറഞ്ഞത് ഇറ്റ്സ് ആൻ എക്സ്ട്രീംലി എക്സാജറേറ്റഡ് false claim. നിങ്ങൾ ആ പഠനങ്ങൾ വായിക്കൂ. ആ പഠനങ്ങൾ വായിച്ചിട്ട് പറയൂ അതിൽ ഇമ്മ്യൂണോളജിക്കൽ മാറ്റങ്ങളുണ്ട്. ഇല്ലാതെ എന്റെ സ്ക്രീൻഷോട്ട് കണ്ടിട്ടല്ല സംസാരിക്കേണ്ടത്. താങ്കളുടെ പഠനമല്ല എവിടെ തിരിച്ചേക്കുന്ന പഠനമല്ല, ഞാൻ സൈറ്റ് ചെയ്ത പഠനങ്ങൾ. നിങ്ങൾ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, BMJ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ സബ്ജക്ട് പറഞ്ഞല്ലോ. ആ പഠനങ്ങൾ പോയിട്ട് വായിക്കൂ. അതിനകത്ത് ആ പഠനത്തിൽ CD4 ആണോ നോക്കിയിരിക്കുന്നത്? ആണോ? നോക്കിക്കോ. നിങ്ങളൊന്നും പോയി നിങ്ങൾ വായിച്ചില്ലല്ലോ അത്. താങ്കൾ ഇപ്പോൾ സൈഡിൽ കൊണ്ടുവന്ന സ്ലൈഡ് നോക്കിയിട്ട് ഞാൻ എന്താ പോയി വായിക്കൂ? ഇല്ല, അത് വായിക്കാതെ പിന്നെ എങ്ങനെയാണ് ലിബിൻ അതിനെപ്പറ്റി കുറ്റം പറയാ? നിങ്ങൾ എന്താ, നിങ്ങൾ റിസർച്ചർ അല്ലേ? റിസർച്ചർ താങ്കളൊരു കാര്യം മനസ്സിലാക്കാം. താങ്കളൊരു കാര്യം അല്ലേ? തോമസ്, താൻ പറഞ്ഞേക്ക്, ഞങ്ങൾ പറഞ്ഞ് ശ്രദ്ധിച്ചേക്ക്. താങ്കൾ ഈ പറയുന്നത് അവരെല്ലാം സ്കോർ ചെയ്ത ശേഷം ഉടൻ തന്നെ പോയിട്ട് CD4 വാല്യൂസ് കുറവാണെന്നും അതിനുശേഷം ഇന്റർവെൻഷൻ കൊടുത്ത് കൂട്ടിന്നാണോ പറയുന്നത്? ആർട്ടിക്കിൾ ഒന്ന് വായിച്ചിട്ടാണോ പറയുന്നത്? അതിനെ നിങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ടോ നോക്കൂ. അതിൽ പറഞ്ഞിട്ടുണ്ട് ലിബിൻ. നിങ്ങൾ വായിച്ചു പറഞ്ഞിട്ടുണ്ട്. ഡാറ്റ ഉണ്ടോ? പറഞ്ഞല്ലോ, ഡാറ്റ ഉണ്ടോ? ലിബിനെ പഠിപ്പിക്കാനല്ല ഞാൻ ഇവിടെ. ഇതൊരു പൊതുവേദിയാണ്. ലിബിനെ മാത്രം പഠിപ്പിക്കാനുള്ളതല്ല എന്റെ ഉദ്ദേശം. മനസ്സിലായല്ലോ? അല്ല തോമസ്, there is a big problem. ഇപ്പൊ സ്ഥിരമുള്ള വാക്കാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞിട്ട് ഇമ്മ്യൂണിറ്റി കുറഞ്ഞു, ഇമ്മ്യൂണിറ്റി കൂടി എഴുതി വെക്കുന്നത്. എഴുത്തല്ല യോജിക്കുന്നത്. അവരുടെ BMJ ആർട്ടിക്കിളിനകത്ത് ഇങ്ങനെ എടുത്ത ആൾക്കാർക്ക് കൃത്യമായ ധാരണയും ബഹുമാനവും എനിക്കുണ്ട്. അത് വെച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ ഫ്ലോ സൈറ്റോമെട്രി ചെയ്ത് നോക്കിയിട്ടില്ല. അതിന്റെ എനിക്ക് അറിയില്ല, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്. രണ്ടുപേരുടെ ഒരു കാര്യം, നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത ടൈം കൂടെ 2 മിനിറ്റേ ഉള്ളൂ. ആ എക്സ്റ്റെൻഡ് ചെയ്ത 2 മിനിറ്റാണ് നിങ്ങളെ രണ്ടുപേരും ഈ സംവാദം അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ കഴിഞ്ഞു, ഞാൻ വന്നു, ഞാൻ ഇതെല്ലാം വിട്ടു വന്നോളൂ. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഇത് കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൊടുക്കാൻ പോകുന്നത് ഡോക്ടർ സുരേഷ് ആണ്. ഡിബേറ്റ് എടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. എനിക്കൊരു കൺക്ലൂഷനെ പറയാനുള്ളൂ.
ഈ പഠനത്തിന് ഉപയോഗിക്കുന്ന ഒരു സാധനം ആർസനിക് ആൽബം 30C നിങ്ങളുടെ എല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് പ്രതിരോധ ശക്തി കൂട്ടും എന്ന് പറയുന്ന ആ സാധനം ഇന്നേ വരെ ഒരു രീതിയിലും തെളിയിക്കപ്പെടാത്ത, മനുഷ്യനിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിനുമായി ബന്ധപ്പെട്ട് ഒരു രീതിയിലും തെളിയിക്കപ്പെടാത്ത ഒരു സാധനമാണ്. അതിനകത്ത് ഒരു മോളിക്യൂൾ പോലും ഉണ്ടോ എന്ന് ഇതുവരെ തെളിയിച്ചിട്ടില്ല. അങ്ങനെ കംപ്ലീറ്റ്ലി എനിഗ്മാറ്റിക് ആയ, ഒരു രീതിയിലും പഠനങ്ങളില്ലാത്ത ഒരു സാധനം എടുത്ത് ഒരു പഠനം ചെയ്യുമ്പോൾ അത് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ബേർഡൻ ഓഫ് പ്രൂഫ് ഉണ്ട്, അത് പ്രോപ്പറായി ചെയ്യാനായിട്ട്. അത് പ്രോപ്പറായി ചെയ്തില്ല. അതിന് പകരം പോയി പറയാണ് ഇത് RCTയുടെ ആവശ്യമില്ല, ഇങ്ങനെ പല പഠനങ്ങളും ചെയ്തിട്ടുണ്ടെന്ന്. ആ വാദം, അദ്ദേഹത്തിന്റെ എല്ലാ വാദവും, അദ്ദേഹത്തിന്റെ 15 മിനിറ്റിലെ എല്ലാ വാദവും പൊളിക്കാൻ നിങ്ങൾക്ക് തന്നെ അദ്ദേഹം പറഞ്ഞ ലിസ്റ്റ് ഓഫ് മരുന്നുകൾ, അസിത്രോമൈസിൻ, മറ്റേത് എല്ലാം നിങ്ങൾക്ക് പോയി നോക്കാം. എല്ലാത്തിന്റെയും മരുന്നിന്റെ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ഡോസും പാത്വേസും എല്ലാം വിശദമായിട്ടുണ്ട്. അങ്ങനെ അറിഞ്ഞിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ മാത്രം, എത്തിക്കൽ കൺസേൺസ് അലൗ ചെയ്താത്ത ചില പ്രത്യേക കണ്ടീഷനിൽ മാത്രമാണ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ പഠനം തുടങ്ങുന്നത് തന്നെ കംപ്ലീറ്റ്ലി ഒരു ഇതില്ലാത്ത കാര്യത്തിലാണ്. ആൾക്കാർ ശരിക്കും മനസ്സിലാക്കുക. ഓക്കെ, ദാറ്റ് ഇസ് മൈ കൺക്ലൂഷൻ. ഇവിടെ അദ്ദേഹം പറഞ്ഞു, പല പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു, ഹോമിയോപ്പതി എന്നതൊരു ആൾട്ടർനേറ്റ് സിസ്റ്റം. അതിനകത്ത് വളരെ കാലമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്, ഒരു മെഡിസിനാണ് ഈ ആർസനിക് ആൽബം എന്നുള്ളത്. ഈ ആർസനിക് ആൽബിന്റെ എഫക്റ്റീവ്നെസ്സോ അതിന്റെ ഇത് പറയാൻ വേണ്ടിയിട്ട് ഇതുവരെയായിട്ടും ഒരാളുടെയും പിന്നെ സപ്പോർട്ട്, ഒരു ഇമ്മ്യൂണോളജിസ്റ്റിന്റെയോ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു ആളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമില്ല. അത് വളരെ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എങ്കിൽ തന്നെയും ഈ ആർസനിക് ആൽബ് വളരെ കൃത്യമായിട്ട് ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. അത് ഇതിന് മാത്രമല്ല, പല അസുഖങ്ങൾക്കും ഹോമിയോപ്പതി ഡോക്ടർമാർ ഉപയോഗം വരുന്നതാണ്. അതിന് കൃത്യമായിട്ടുള്ള ഗുണവശങ്ങൾ ഉണ്ട് താനും. അത് ഇവർക്ക് അറിയുന്നില്ല. അപ്പോ അത് വെച്ചുകൊണ്ട് തന്നെ ഈ ചർച്ചയിലേക്ക് ഉടനീളം, ഈ ഡിബേറ്റിലേക്ക് വരാൻ കാരണമായി 1-2 വീഡിയോസിൽ പറഞ്ഞിരിക്കുന്നത്, ഈ പഠനത്തിന് കൺട്രോൾ ഇല്ല, ഈ പഠനത്തിന് എഫിക്കസി ഇല്ല, ഈ പഠനത്തിന് പിന്നെ റേഞ്ച് വെച്ചിട്ടില്ല, ഇതിന് ഡിക്രഷൻ ഓഫ് മീൻ ഉണ്ട്, ഇതിന് സാമ്പിൾ സൈസ് കുറവാണ്. ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ടുള്ള സംഗതികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എഫിക്കസിനെ പറ്റി എന്താണ്, കൺട്രോൾ ഇല്ലാത്തതിന്റെ അവസ്ഥ എന്താണ്, അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് ഇത് പിന്നെ RCT ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അത്തരം കാര്യങ്ങളെ പറ്റി കൃത്യമായി പറയുന്നുണ്ട്. ഈ ആർസനിക് ആൽബം എന്ന മെഡിസിൻ അത് ഹോമിയോപ്പതിയിൽ കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളൊക്കെ തന്നെ. അപ്പോ ഈ ഇവിടെ മുമ്പ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല വേദികളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല തരത്തിലുള്ള സംഗതികളും എഫിക്കസിനെ പൊളിച്ചടക്കിയിട്ടുണ്ട്, കൺട്രോൾ ഇല്ലാതെ എഫിക്കസി നടത്താൻ പറ്റുന്നതിന് പൊളിച്ചടക്കിയിട്ടുണ്ട്, RCT ഇല്ലാതെ. ഹലോ മിസ്റ്റർ, എവിടെ പൊളിച്ചടക്കിയെന്നാണ് നിങ്ങൾ സ്വയം പറയുന്നത്? സംസാരിക്കില്ല, ഞാൻ സംസാരിക്കട്ടെ. അപ്പൊ അത് പറഞ്ഞിട്ടുണ്ട്, എഫിക്കസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ RCT എവിടെ ഉപയോഗിക്കാൻ പാടില്ല പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞ വലിയ സംഗതികൾ RCT ഉപയോഗിക്കാതെ എഫിക്കസി നടത്താൻ പാടില്ല എന്നാ ഒരുപാട് പഠനങ്ങൾ ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നു. എവിടെ കള്ളം ഇടപെടരുത്. ലിബിന്റെ സമയം കഴിഞ്ഞതാണ്. ഇടപെടരുത്, അത് പറ്റൂല. അങ്ങനെ എപ്പോഴും പറയാൻ പറ്റില്ല. ഡിബേറ്റിന്റെ ആവശ്യമില്ലല്ലോ, മോഡറേറ്ററിന്റെ ആവശ്യമില്ലല്ലോ. ലിബിൻ പല ഓൺലൈൻ മീഡിയയിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ, പലരും കേട്ടതല്ലേ. പിന്നെ എന്താ ലിബിൻ ഇത്ര പ്രശ്നം? അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ള കേൾക്കണ്ടേ? നിങ്ങൾ മാത്രം പറഞ്ഞത് മതിയോ? നിങ്ങൾക്ക് പലതും പറയാൻ പറ്റും. ശ്രദ്ധിക്കൂ, ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കൂ, വളരെ മാന്യമായി ശ്രദ്ധിക്കൂ. അപ്പോ ഇത്തരം എഫിക്കസി പോയി, സാമ്പിൾ സൈസ് പോയി, RCT പോയി, ഇപ്പൊ കൺട്രോളും വേണ്ട, ഒന്നും വേണ്ട, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോ ഹോമിയോപ്പതി പത്തനംതിട്ട പഠനം വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ ചെയ്തതാണ്. അതിനൊരു ഗുണമുണ്ട്. അതിനപ്പുറത്തേക്കുള്ള സംഗതികള്, അതിനപ്പുറത്തേക്കുള്ള സംഗതികൾ വരുന്നുണ്ട്. ഇത് സിംഗിൾ അപ്പൊ താങ്കൾ കണ്ടോളൂ. പിന്നെ RCT ചെയ്യുന്ന സമയത്ത് അത് കൊഹോർട്ട് വേണോ, റിട്രോസ്പെക്റ്റീവ് വേണോ, കേസ് കൺട്രോൾ വേണോ എന്നുള്ളത് ചെയ്യും. ലിബിൻ ഈ ലാബിനകത്ത് ഇരുന്ന് ചെയ്യുന്നത് പോലെയല്ല റിയൽ വേൾഡിലേക്ക് വരിക. ലാബിനകത്ത് ഇരുന്ന് മെത്തേഡ്സ് പഠിക്കുന്നുണ്ടാവില്ല, സാമ്പിളിംഗ് പറയുന്നുണ്ടാവില്ല. ഇതെല്ലാം വ്യക്തമായി പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞത്. അപ്പൊ എന്റെ അവസരമാണ്, ഞാനാ സംസാരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ലിബിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെറും പൊട്ടത്തരങ്ങളാണെന്ന് ലിബിനിപ്പോ തോന്നിയിട്ടുണ്ടാവും. അപ്പൊ കൺട്രോൾ വേണ്ട, എഫിക്കസി വേണ്ട. അപ്പൊ ലിബിന് മനസ്സിലാണ്ടാവല്ലോ, ഒരു ഇന്റർവെൻഷന്റെ എഫിക്കസി സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് RCTക്ക് നിർബന്ധമില്ല. ലിബിൻ, ടേക്ക് ഇറ്റ് ഫ്രം മീ. ഓക്കെ, അതിന്റെ ആവശ്യമില്ല. കൺട്രോൾ ഇല്ലാതെ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് ആർസനിക് ആൽബം തരികയാണ്. അപ്പൊ ചോദിക്കുകയാണ്, യെസ്, എന്റെ മോളിൽ ഇമ്മ്യൂണിറ്റി കൂടുകയാണ്, ഒരു പഠനം കാണിക്കാവോ?
ഏത് പഠനം നിങ്ങൾക്ക് വേണ്ടത്? ഒറ്റ പഠനം ആർസെനിക് ആൽബം 30C മനുഷ്യനിൽ എന്തെങ്കിലും ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് ഉണ്ടാക്കുമെന്ന് മനുഷ്യന് പോട്ടെ, ഒരു സെൽ ലൈനിലോ ഒരു ഏതെങ്കിലും ഒരു സാധനത്തിനകത്ത് ഒരു ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ്, അതായത് T സെല്ലിന് ഒരെണ്ണം, ഒരു പേപ്പർ കാണിക്കാവോ? താങ്കളുടെ കൂട്ടി കൺട്രോൾ ഇല്ലാത്ത റിസർച്ച് ഗേറ്റ് അല്ല, ഒരു പഠനം കാണിക്കാവോ? ഒരു മനുഷ്യന്റെ മൗലിക അവകാശമാണ് ഒരു മരുന്ന് കഴിക്കുമ്പം ആ മരുന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അറിയാൻ. അത് താങ്കൾക്ക് അറിയാലോ. ഇവിടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഉണ്ട്. അത് പ്രകാരം എന്ത് സാധനം കഴിക്കുമ്പോഴും ആ സാധനം എന്താണെന്നും അതെന്ത് ഫലങ്ങളും പ്രതിഫലങ്ങളും ഉണ്ടാക്കുന്ന അറിയാനുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. ആ ഒരു സമയത്താണ് താങ്കളുടെ ഈ പഠനത്തിൽ 30C എടുത്തിട്ട് 30C ഉള്ള ആർസെനിക് ആൽബം 30C എന്ന് പറഞ്ഞ സാധനം ഒരു ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് ഉണ്ടാക്കുമെന്ന് ഒരു പഠനങ്ങളും ഇല്ല. ഞാൻ നിങ്ങളോട് ലിബിനെ പോലെ ആളെന്ന് പറഞ്ഞാൽ പോരാ, ഞങ്ങൾ സമ്മതിക്കൂല. മെറ്റീരിയൽ മെഡിക്കൽ ഉള്ളതല്ല പഠനം. അത് പോരാ, ലിബിൻ മാത്രം പറഞ്ഞാൽ പോരാ തീരുമാനിക്കാൻ. ലിബിൻ മാത്രം പറഞ്ഞാൽ പോരാ. നിങ്ങളൊരു പേപ്പർ കൊണ്ടുവരൂ. അല്ല, നിങ്ങൾ പറഞ്ഞു കൺട്രോൾ ഇല്ലാന്ന് പറഞ്ഞ ആളുകളല്ലേ നിങ്ങള്? തോമസ് ലിസൺ, നിങ്ങളുടെ പ്രശ്നം ഇതാണ്. നിങ്ങളുടെ പഠനം പഠനം ഞാൻ പൊളിച്ചു. നിങ്ങൾക്ക് എന്നോട് ഇപ്പൊ നല്ല കളിപ്പാണ്. നിങ്ങൾ മനസ്സിലാക്കുക, കൺട്രോൾ ഇല്ലാതെ ഹോമിയോപ്പതി പോലും പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. റിസർച്ച് മെത്തേഡ്സ് അറിയില്ല. ഹോമിയോപ്പതി പോലും പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. ഒരു ലാബിൽ പോയിരുന്നിട്ട് ഇത് ആൾക്കുന്നത് പോലെ അല്ല റിയൽ വേൾഡിലെ പഠനം. മനസ്സിലായോ? ആ മെത്തേഡ്സ് എല്ലാം പുറത്ത് ഉപയോഗിക്കുക. അത് ആദ്യം മനസ്സിലാക്കൂ. അത് വെച്ചിട്ട് പറയൂ. സൈക്കോളജിക്കൽ ഇമ്പാക്ട്സ് പഠിക്കണം. വെറുതെ പറഞ്ഞാൽ പോരാ. ഓക്കെ സർ, നിങ്ങളുടെ കൺക്ലൂഷൻ, തോമസിന്റെ കൺക്ലൂഷൻ ആണ് എനിക്ക് വേണ്ടത്. സർ, അത് ഇതുവരെ എന്റെ ഒരു കൺക്ലൂഷൻ എന്നുണ്ടെങ്കിൽ ഇതുവരെ ഈ പിന്നെ ഈ പത്തനംതിട്ട പഠനത്തെ വിമർശിച്ചുകൊണ്ടിരുന്ന ആളുകൾ പറഞ്ഞത് അതിന് കൺട്രോൾ ഇല്ലാന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി കൺട്രോൾ ഇല്ല എന്നുള്ളതാണ്. കൺട്രോൾ വെക്കാൻ കൺട്രോൾ ഇല്ലാത്ത പഠനങ്ങൾ നടക്കുന്നുണ്ടോ? കൺട്രോൾ ഇല്ലാത്ത പഠനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്ന പഠനങ്ങളെയാണ് ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻസ് എന്ന് പറയാം. ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻസ് നടക്കാനുള്ള ഒരു സാഹചര്യമായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. ഒരു റിസർച്ചിൽ എന്ത് ഡിസൈൻ ഉപയോഗിക്കുന്ന തീരുമാനിക്കുന്നത് ആ റിസർച്ചറാണ്. അത് ഇന്ന സംഗതി വേണമെന്ന് പുറത്തുള്ള ആളുകളല്ല തീരുമാനിക്കുക. അതിനെപ്പറ്റി പോലും അടിസ്ഥാന വിവരമില്ലാത്ത ആളുകളാണ് ഇത്തരത്തിലുള്ള പഠനങ്ങളെ വിമർശിക്കാൻ വരുന്നത്. അപ്പോ ഇവിടെ പത്തനംതിട്ട പഠനം ചെയ്തത് ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻ ഉപയോഗിച്ചാണ്. അത് മനസ്സിലാക്കാനുള്ള ധാരണയും അത് മനസ്സിലാക്കാനുള്ള മനസ്സ് പോലും ഇല്ലാത്ത ആളുകളാണ് സംസാരിക്കുന്നത്. കൺട്രോൾ ഉണ്ടായാൽ മതിയാവും എന്നാണ് നിർബന്ധം. എന്നാൽ കൺട്രോൾ ഇല്ലാത്ത ഒരുപാട് പഠനങ്ങൾ വാക്സിനിൽ നടക്കുന്നുണ്ട്. അത് സംബന്ധിക്കുന്നു. അപ്പോ ഈ പഠനം ഇപ്പോഴും നല്ല പ്രസക്തികളാണ്. ഈ പഠനത്തിന്റെ തുടർ പഠനങ്ങൾ നടക്കണമെന്നാണ് എന്റെ ഒരു കൺക്ലൂഷൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സർ, ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സുരേഷ്. താങ്കൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഒരു ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ ഒരു പഠനത്തിൽ തോമസ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ള കൺട്രോളുകൾ വേണ്ട, ക്വാസി സ്റ്റഡി ആണെന്നൊക്കെ പറഞ്ഞല്ലോ. ഇവിടെ പൊതുജനം കേൾക്കുക. ഇത് കേൾക്കുന്നത് മുഴുവൻ എനിക്ക് തോമസ് അവര് ചെയ്യാ. നിങ്ങൾ പോയി ആർസെനിക് ആൽബം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് 10 ഹോമിയോപ്പതി ഡോക്ടേഴ്സിനോട് ചോദിക്കുക. കഴിഞ്ഞു. അവിടെ തീരും. അത് ശരിയല്ല. ഞാൻ താങ്കൾ കൺക്ലൂഡ് ചെയ്തതിനു ശേഷമാണ് ഞാൻ തോമസിനെ ഇൻവൈറ്റ് ചെയ്തത്. കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സംസാരിക്കാൻ പാടില്ല. ഓക്കെ, താങ്ക് യു ബോത്ത് ദി പാനലിസ്റ്റ്, ഡോക്ടർ ലിബിൻ വർഗീസ് ആൻഡ് ഡോക്ടർ തോമസ്. ലിബിൻ എബ്രഹാം. രണ്ടുപേരും ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു സെഷനാണ് ഇവിടെ കഴിഞ്ഞത്. 3 ഫേസിലായിട്ട് വളരെയധികം കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായി. നിങ്ങൾ രണ്ടുപേരും ഇതിന്റെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ടുള്ള ഡോക്ടർ തോമസ് ഈ സ്റ്റഡി എന്തുകൊണ്ട് നടത്തി, അല്ലെങ്കിൽ ഇതിന്റെ പ്രധാനപ്പെട്ട ഇതിറങ്ങിയതിനു ശേഷം 1 വർഷമായി ഈ സ്റ്റഡി ഇറങ്ങിയിട്ട്, അപ്പൊ അതിനുശേഷം ഉണ്ടായ വിമർശനങ്ങളും ഉയർന്നുവന്ന വിമർശനങ്ങൾ എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട വിമർശനങ്ങൾ എന്താണെന്നും അതിൽ ഉന്നയിക്കുന്ന പോരായ്മകൾ എന്താണെന്നൊക്കെ കൃത്യമായി തന്നെ ഇവിടെ തോമസ് കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത്. അതിനകത്ത് ആദ്യം അദ്ദേഹം പറഞ്ഞത് ഇതിന്റെ മെത്തേഡ്സ് ഒക്കെ ഫ്ലോപ്പ് ആണ് എന്നുള്ള രീതിയിലാണ് ആദ്യം പറഞ്ഞത്. പൊതുവെ വരുന്ന വിമർശനങ്ങൾ ലിബിൻ ഉൾപ്പെടെ, ലിബിൻ തന്നെയല്ല, പല ഓർഗനൈസേഷനും പല വ്യക്തികളും ഈ സ്റ്റഡി ഇറങ്ങിയതിനു ശേഷം വിമർശനങ്ങൾ ഉന്നയിച്ചിട്ട് വിവിധ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. ആ വിമർശനങ്ങളിൽ മെയിനായിട്ട് ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ ആണ് ആദ്യം തോമസ് ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കി അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിച്ചത്. അതായത് അതിന്റെ മെത്തേഡ്സ് ആണ്, അതിന്റെ ഡിസൈൻ. ഈ സ്റ്റഡിക്ക് ഒരു പ്രോപ്പർ, ഏതായാലും ഒരു റിസർച്ച് സ്റ്റഡി നടത്തുമ്പോൾ
അതിനതിൻ്റെതായിട്ടുള്ള ചില ഗൈഡ് ലൈൻസ് ഉണ്ട്. ഒരു റിസർച്ച് എങ്ങനെ കണ്ടക്ട് ചെയ്യപ്പെടണം, അതിനൊരു ടൈറ്റിൽ വേണം, അതിനൊരു ഡിസൈൻ വേണം, അതിനൊരു കൃത്യമായിട്ടുള്ള പോപ്പുലേഷൻ വേണം, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള പാർട്ടിസിപ്പൻസ് വേണം, കൺട്രോൾ വേണം. എക്സ്ക്ലൂഷൻ. അതും കൂടി പറയൂ പ്ലീസ്. കൺട്രോൾ വേണം, കൂടി പറയൂ. Your time is over. I am the moderator talking. Please allow me to talk. Please include that point. It's a valid point. Then I can leave. If you are moderating, I can leave. This is biased. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞത് എല്ലാം പറഞ്ഞു തോമസ് പറഞ്ഞത് തിരിച്ചു പറയുകയാണ്. ഞാനും പറഞ്ഞ പോയിന്റ് താങ്കൾ പറയൂ. Let me talk. Please panelists, let me talk. Your time is over. You have given ample time to respond and reply. Then let me talk. Let me conclude. അപ്പൊ അതിനകത്ത് പിന്നെ തോമസ് പറയാൻ ശ്രമിച്ചത് ഈ വിമർശനങ്ങൾക്ക് മറുപടി ആയിട്ടാണ് ആദ്യം പറഞ്ഞത്. അദ്ദേഹം ഇതിന്റെ ഒരു പ്രോപ്പർ ഡിസൈൻ ഉണ്ട്, പോപ്പുലേഷൻ ഉണ്ട്, പാർട്ടിസിപ്പൻസ് ഉണ്ട്, ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ ഉണ്ട്, അതിന് ടൂൾസ് ഉണ്ട്, ഒരു പ്രൊസീജിയർ ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഉണ്ട്. ഒരു റിസർച്ചിനെ സംബന്ധിച്ച് ഇതൊക്കെ അത്യാവശ്യമായ ഘടകങ്ങളാണ്. അതൊക്കെ അതിനകത്ത് പാലിക്കപ്പെട്ടുള്ളതാണ്. ഇതൊരു സ്റ്റഡിയെ അല്ല ചവറ്റുകുട്ടയിൽ എറിയേണ്ട സംഗതിയാണെന്ന് പല വിമർശകരും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അതുപോലെ തന്നെ IES എന്ന് പറയുന്ന IESR എന്ന് പറയുന്ന ആ ക്വസ്റ്റിനെയർ, അത് എന്തുകൊണ്ട് ഉപയോഗിക്കുക, അത് ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടൂളാണെന്ന് തന്നെ മറ്റ് പഠനങ്ങൾ കൂടി കാണിച്ചുകൊണ്ട് അദ്ദേഹം സമർത്ഥിക്കുകയുണ്ടായി. അപ്പൊ ഇതിനെപ്പറ്റിയുള്ള പ്രധാനപ്പെട്ട വിമർശനങ്ങൾ നമ്മുടെ ലിബിൻ എന്ന പാനലിസ്റ്റ് ഇവിടെ പറഞ്ഞത്, ആദ്യം തന്നെ അദ്ദേഹം ഒരു ചോദ്യമാണ് ചോദിച്ചത്, ഇതിന്റെ പോരായ്മ എന്താണെന്നാണ് ആദ്യം തോമസിനോട് ചോദിച്ചത്. അപ്പം അദ്ദേഹം ഉദ്ദേശിച്ചത് ഇത് RCT ഇല്ല, RCT സ്റ്റഡി ഇതിനകത്തില്ല, അപ്പൊ അതാണ് അതിന്റെ പോരായ്മ എന്നുള്ള ഉത്തരവായിരിക്കും ഒരു പക്ഷേ അത് പിന്നീട് അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഈ പഠനത്തിന്റെ കൺട്രോൾ ഇല്ല, അതായത് കൺട്രോൾ ഇല്ലാതെ എങ്ങനെ ഒരു സ്റ്റഡി നടത്തി എന്നുള്ളതാണ് അദ്ദേഹം ലിബിൻ ഉന്നയിച്ച പ്രധാന ഒരു വാദം. അതേപോലെ ഇതൊരു എഫിക്കസി സ്റ്റഡിയാണ്, എഫിക്കസി സ്റ്റഡി ആയതുകൊണ്ട് തന്നെ കൺട്രോൾ വേണം എന്നുള്ളതാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ചത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിച്ചത് CD4 CD8 വാല്യൂവിന് മീൻ ആണ് എടുത്തിരിക്കുന്നത്, അത് റേഞ്ച് ആണ് എടുക്കേണ്ടിയിരുന്നത്, അത് തെറ്റായ നടപടിയാണെന്നാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതുപോലെ ഇൻകൺസിസ്റ്റൻസ് ഇൻ ഡാറ്റ, ആ ഡാറ്റയിൽ ഇൻകൺസിസ്റ്റൻസ് കാണുന്നുണ്ടെന്ന് ലിബിൻ ഇവിടെ പറയുകയുണ്ടായി. അതുപോലെ തോമസിന്റെ വാദങ്ങളെ കോൺട്രഡിക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു വാദവും ലിബിൻ ആദ്യ റൗണ്ടിൽ ഉന്നയിക്കുകയുണ്ടായി. അപ്പൊ ഈ രണ്ടുപേരുടെയും ആർഗ്യുമെന്റ്സിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് രണ്ടാമത്തെ റൗണ്ടിലുള്ള ഡിസ്കഷൻ വന്നത്. ചോദ്യങ്ങളും അതുപോലെ ഉത്തരങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ടായി. അപ്പൊ ഈ എഫിക്കസിയെ പറ്റി ലിബിൻ ഉന്നയിച്ച കാര്യങ്ങൾ, അതിന് കൃത്യമായിട്ടുള്ള മറുപടികൾ ഉദാഹരണ സഹിതം കൊടുക്കാൻ ഡോക്ടർ തോമസിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൺട്രോൾ ഇല്ലാത്ത സ്റ്റഡി, ഈവൻ കോവിഡ് പ്രിവെന്റീവിൽ പോലും പല വാക്സിൻസും അതിന്റെ എഫിക്കസി, അതും 4th ഫേസിൽ, ഫസ്റ്റോ സെക്കൻഡോ അല്ല, 3rd ഫേസ് 4th ഫേസിൽ പോലും അതിന്റെ ഒരു കൺട്രോൾ ഇല്ലാത്ത സ്റ്റഡി പല രാജ്യങ്ങളിൽ, അത് ഇന്ത്യക്ക് വെളിയിൽ പല രാജ്യങ്ങളിൽ നടത്തിയായിട്ട്, യൂറോപ്യൻ കൺട്രീസിലും അടക്കം നടത്തിയതായിട്ട് അതിന്റെ തെളിവുകൾ സഹിതം തോമസ് ഇവിടെ പ്രസന്റ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം ഉന്നയിച്ച ഒരു കാര്യം, ആഴ്സനിക് ആൽബം എന്ന് പറയുന്ന മെഡിസിൻ, അതിൻ്റെ അകത്ത് മെഡിസിൻ ഉണ്ടോ എന്നുള്ള ഒരു കാര്യം പരിശോധിക്കണമെന്നുള്ളതാണ് ലിബിൻ പറഞ്ഞത്. അത് നമ്മുടെ ഈ ഒരു പദവിയിൽ വരുന്നൊരു ചർച്ച അല്ല. ആഴ്സനിക് ആൽബിന്റെ അകത്ത് മെഡിസിൻ ഉണ്ടോ, ആഴ്സനിക് ആൽബ് ഉണ്ടോ എന്നുള്ളത് നമ്മളിവിടെ പഠനവിധേയമായി, നമ്മുടെ ഡിബേറ്റിൽ അങ്ങനെ ഒരു കാര്യം നമ്മൾ ഒരിക്കലും ചർച്ച ചെയ്യുന്നില്ല. ആ ഒരു കാര്യം അനുവദിക്കാനും സമ്മതിക്കില്ല. പ്ലീസ്. ഈ പഠനത്തിനകത്ത് ഉപയോഗിക്കുന്നതാണ് ആഴ്സനിക് ആൽബം. താങ്കൾ എന്താണ് ആഴ്സനിക് ആൽബം ഒഴിച്ച് ബാക്കി എല്ലാം പറയുന്നത്? പ്ലീസ് വെയിറ്റ്. ഞാൻ അത് ഈ ഡിസ്കഷൻ തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ പറയുകയുണ്ടായി, നമ്മള് ആ ഒരു ടോപ്പിക് എന്താണ്, ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ സംസാരം. ഹോമിയോപ്പതി ശാസ്ത്രീയമാണോ കവടശാസ്ത്രമാണോ എന്നുള്ളതല്ല നമ്മുടെ അടുത്ത ചർച്ച. അതിന് വേറെ വേദിയുണ്ട്, ഇതിന് മുൻപും ചർച്ച ചെയ്യപ്പെടും. അത് അതിൻ്റെതായിട്ടുള്ള വഴിക്ക് വിട്ടേക്കും. ഹോമിയോപ്പതി ശാസ്ത്രമാണോ ഇല്ലെന്നുള്ളത് പിന്നീട് തെളിയിക്കാനിരിക്കുന്നത്. ഈ ശാസ്ത്രം തന്നെ ഈ ഹോമിയോപ്പതിയെ ഡിഫൈൻ ചെയ്യാൻ ഉള്ള അതിനുള്ളൊരു കഴിവുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല. ഒരു ആഴ്സനിക് ആൽബ് അല്ലെങ്കിൽ ബ്രയോണി അല്ലെങ്കിൽ നെക്സോമിക്ക് എന്തെങ്കിലും ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ മരുന്ന് കൊടുത്താൽ ആക്ഷൻ കാണുന്നുണ്ടെന്നുള്ള സത്യമാണ്. അപ്പൊ ആ ശാസ്ത്ര സത്യം അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് ഇന്നത്തെ ശാസ്ത്രം വളർന്നിട്ടില്ല. അപ്പൊ ശാസ്ത്രം വളരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്.
അതിന്റെ അർത്ഥം ആഴ്സനിക് കാർബണില്ല, ബ്രയോണിയ ആയാലും എക്സോമിക് ആയാലും ഫോസ്ഫറസിന്റെ മെഡിസിൻ ഇല്ല, അല്ലെങ്കിൽ അവഗാഡ്രോ പൊട്ടൻസി അവഗാഡ്രോ നമ്പർ കഴിഞ്ഞാൽ അതിന്റെ അകത്ത് കണങ്ങൾ അവശേഷിക്കുന്നില്ല, അതിന് ആക്ഷൻ ഇല്ല എന്നുള്ളതല്ല. അത് നിങ്ങൾ അറിയുന്ന ശാസ്ത്രമാണ്, അല്ലെങ്കിൽ പൊതുവെ അറിയുന്ന ശാസ്ത്രമാണ്. ആ ശാസ്ത്രമല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ പത്തനംതിട്ട പഠനം ഇത്രയും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു റഡാറിലൂടെ പോകാനുള്ള പ്രധാന കാരണം തന്നെ അതിന്റെ ഇനീഷ്യലി ഞാൻ പ്രസന്റ് ചെയ്ത ഫസ്റ്റ് സ്ലൈഡാണ്. ഈ ഡോക്ടർ തോമസ് 15 മിനിറ്റ് എടുത്ത് താങ്കൾ അതൊന്ന് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് പറയണം. തോമസ് പറഞ്ഞതിനെല്ലാം ലിബിന് വ്യക്തമായിട്ട് പഠനങ്ങൾ സാധനം ഫേസ് 4 ട്രയല് അത് കൊടുത്തു ഇത് കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ താങ്കൾ മറന്നൊരു കാര്യം, ഈ സകല സാധനത്തിന്റെയും പ്രവർത്തന രീതി വ്യക്തമായി അറിയുന്നതാണ്. എത്തിക്കൽ കമ്മിറ്റിയിൽ വളരെ സ്പെഷ്യൽ കേസിൽ ഉപയോഗിക്കാവുന്നതാണ്. താങ്കൾ അത് മോഡറേറ്റർ രീതിയിൽ താങ്കൾ അത് പറഞ്ഞിട്ട് പോകണം. അത്രയും പറയാനുള്ളൂ. തോമസ് അത്രയും വ്യക്തമായ മറുപടി കൊടുത്തു. പക്ഷെ ഈ മറുപടിയിൽ അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ ധാരണ ശാസ്ത്രത്തിനുണ്ട്. അത് താങ്കൾ പറയാൻ മടിക്കരുത്. അത്രയൊരു വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് യു ഷുഡ് നെവർ എക്സ്ക്ലൂഡ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ്. അതേ ഞാൻ പറയുന്നുള്ളൂ. താങ്ക് യു. ഡോക്ടർ ലിബിൻ, ഇവിടെ ഉണ്ടായ വാദമുഖങ്ങളെയും അതിന് തിരിച്ചു തന്ന റിപ്ലൈകളെയും മാത്രമാണ് ഞാൻ അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ ഈ കൺക്ലൂഷനിലേക്ക് വരുന്നത്. ഇവിടെ നിങ്ങൾ രണ്ടുപേരും ഉന്നയിച്ച വാദമുഖങ്ങൾക്ക് നിങ്ങൾ രണ്ടുപേരും തന്നെ മറുപടികളും കൃത്യമായി കൊടുത്തിട്ടുണ്ട്. തോമസ് പറഞ്ഞ കാര്യങ്ങൾക്ക് താങ്കൾ മറുപടി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം കാണിച്ച സിംഗിൾ ആം സ്റ്റഡിയിൽ അതില് മരുന്നിനെ പറ്റിയുള്ള അല്ലെങ്കിൽ ആ മരുന്നിന്റെ കണങ്ങളുണ്ടെന്നുള്ള കാര്യം നേരത്തെ സ്റ്റഡി നടത്തിയിട്ടുള്ള ആയിരിക്കാം, എല്ലാം ഒന്നും പറയുന്നില്ല. ഇത് ഹോമിയോപ്പതി എന്ന് പറയുന്ന ഒരു ചികിത്സാ ശാസ്ത്രമാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. അലോപ്പതി ഒരു ചികിത്സാ ശാസ്ത്രമാണ്, അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയുണ്ട്. ആയുർവേദം, യുനാനി, സിദ്ധ, ഇങ്ങനെ എല്ലാം പറയുന്ന പല രീതിയിലുള്ള ചികിത്സാ ശാസ്ത്രങ്ങളുണ്ട്. ആ ചികിത്സാ ശാസ്ത്രങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഫിലോസഫി ഉണ്ട്, അവരുടേതായിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട്. അത് നമ്മൾ അംഗീകരിക്കാനും മാനിക്കാനും കൂടെ നമ്മൾ പൊതുജനം മനസ്സിലാക്കുക. അല്ല അതിനകത്ത് നമ്മുടേതായിട്ടുള്ള ഒരു ടൂൾ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് വെച്ച് അതിനെ മെഷർ ചെയ്യുക, അത് ആ മെഷർമെന്റിൽ ഒതുങ്ങുന്നില്ലെങ്കിൽ അല്ലെ ആ ഫ്രെയിംവർക്കിൽ ഒതുങ്ങില്ല, അത് ശരിയല്ല, അത് കപടമാണെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് ഒരിക്കലും പോകുന്നത് ശരിയല്ല. ഈവൻ പത്തനംതിട്ട സ്റ്റഡി എല്ലാ പാരാമീറ്റേഴ്സും, ഒരു റിസർച്ചിന്റെ എല്ലാ പാരാമീറ്റേഴ്സും പാലിച്ചുകൊണ്ട് നടത്തിയ ഒരു സ്റ്റഡിയാണ്. അവിടെ ഇമ്മ്യൂണോളജിക്കൽ ചേഞ്ചസ് വന്നിട്ടുണ്ടല്ലോ, ആ വന്ന കാര്യമാണല്ലോ ഇവിടെ പഠന വിധേയമാക്കിയിരിക്കുന്നത്. അതാണ് എങ്ങനെ വന്നു എന്നുള്ളത് അറിയില്ല. ഡോക്ടർ സുരേഷ്, താങ്കൾ പറയുന്നത് ചേഞ്ച് കണ്ടു എന്ന് പറയുന്നത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. എന്റെ ഫസ്റ്റ് സ്ലൈഡിൽ ഞാൻ കാണിച്ചു എന്തുകൊണ്ടാണ് പഠനങ്ങൾ ലിബിൻ കാണുന്നത് നമ്മളെല്ലാരും കാണുന്നുണ്ട്, പൊതുജനം കാണുന്നുണ്ട്. ലിബിൻ you should speak both ends, സുരേഷ്. നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇന്റർഫിയർ ചെയ്തു. തോമസിന്റെ സെഷനിൽ ഇന്റർഫിയർ ചെയ്തു, എന്റെ സെഷൻ തന്നെ ഞാനിപ്പോ കൺക്ലൂഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇന്റർഫിയർ ചെയ്തത്. ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. നമ്മള് ഒരു പാനലിസ്റ്റ് എന്നുള്ള രീതിയിൽ എല്ലാ ബഹുമാനവും തന്നിട്ടാണ് നിങ്ങളെ ഇരുത്തിരിക്കുന്നത് രണ്ടുപേരെയും. അപ്പൊ നമ്മള് ഒരു മോഡറേറ്റർ എന്നുള്ള നിലയിൽ എനിക്ക് സംസാരിക്കാനുള്ള ഇടയിൽ കേട്ട് നിങ്ങൾ 2-3 പ്രാവശ്യമായി ഇന്റർഫിയർ ചെയ്തു. അപ്പൊ ലെറ്റ് മി കൺക്ലൂഡ്, പ്ലീസ് ഡോണ്ട് ഇന്റർഫിയർ. അപ്പോൾ ഓരോ ശാസ്ത്രങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളും ശാസ്ത്രീയമായിട്ടുള്ള വഴികളുമുണ്ട്. അതായത് ചികിത്സാ രീതികളും വ്യത്യസ്തമായിരിക്കും. അപ്പൊ ആ വ്യത്യസ്തമായിരിക്കുന്നത് കൊണ്ട് അത് ശരിയല്ല എന്നുള്ളൊരു നിലപാടൊരിക്കലും ആ ഒരു നിലപാടിലേക്ക് പൊതുജനമോ അല്ലെങ്കിൽ വിമർശകരോ വരുന്നത് ഒരിക്കലും ശരിയല്ല. ഹോമിയോപ്പതിയിൽ ഒരുപാട് ഗവേഷണങ്ങൾ നടക്കേണ്ട മേഖലയാണ്. അതിന്റെ ശൈശവദശയിൽ തന്നെയാണ് ഹോമിയോപ്പതി ഉള്ളത്, ഞാൻ അംഗീകരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പൊ അതൊക്കെ ഇത്തരത്തിലുള്ള സ്റ്റഡികളിലൂടെ വന്നോണ്ട് ഇതിന്റെ ഒരു തുടക്കം മാത്രമാണ്. അപ്പൊ ഈ സ്റ്റഡി തന്നെ പറയുന്നത് ഇത് എഫിക്കസിയാണ്, ഇത് ഇത് കൂടുതൽ പഠനം ഇതിനകത്ത് RCT അടക്കമുള്ള കാര്യങ്ങൾ നടക്കണമെന്ന് തോമസ് തന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് അംഗീകരിക്കാത്ത കാര്യമല്ലേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ലിമിറ്റേഷൻ ആയിട്ട് ആ സ്റ്റഡിയുടെ ലിമിറ്റേഷനിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ചതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഈ സ്റ്റഡി കണ്ടക്ട് ചെയ്യപ്പെട്ട ഒരു ടൈം എന്ന് പറയുന്നത് വളരെ പർട്ടിക്കുലർ ആണ്. കഴിഞ്ഞ വർഷത്തെ ലോക്ക്ഡൌൺ ടൈമിലാണ് ഈ സ്റ്റഡി നടന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അനങ്ങാൻ പറ്റാത്തൊരു, ഇനി RCT നടത്തണം താല്പര്യം ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നടക്കാൻ പറ്റാത്തൊരു അവസ്ഥാവിശേഷത്തിലായിരുന്നു നമ്മളിന്ന് പോയിക്കൊണ്ട്. നമുക്കാർക്കും വീട്ടിൽ നിന്ന് തന്നെ വെളി ഇറങ്ങാൻ പറ്റാത്തൊരു സമയമായിരുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളാണ് ഇത് നടന്നത് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഒരു ലിമിറ്റേഷൻ അവർ കാണിച്ചിട്ടുണ്ട്. അതാണ് സത്യസന്ധത. ഒരു റിസർച്ചിന്റെ സത്യസന്ധത എന്ന് പറയുന്നത് ആ ലിമിറ്റേഷനകത്ത് അത് പറയുക എന്നുള്ളതാണ്. അത് മറച്ചു വെക്കാൻ അവിടെ അദ്ദേഹം അത് പറഞ്ഞതിന്റെ തൊട്ടു മുകളിലെ കാര്യം അദ്ദേഹം മനഃപൂർവ്വം വിട്ടു. പേജ് നമ്പർ 103 ലിമിറ്റേഷൻ എഴുതിയ തൊട്ട് മുകളിൽ അവർ എഴുതി എന്താ പ്ലീസ് താങ്കൾ ഈ കാര്യം എല്ലാം വളരെ പ്രാവശ്യം പറഞ്ഞാണ്. ചൂണ്ടിക്കാണിച്ചു. പിന്നെ താങ്കൾ പറയാത്തത്
ആ റിസർച്ചർ പറയുന്നത് ഘടകവിരുദ്ധമായ കാര്യമാണെന്നൊരു വാക്ക് താങ്കൾ പറയാത്ത എന്താണ്? ലിമിറ്റേഷൻ പറഞ്ഞിട്ട് അതേസമയം അതിന്റെ മുകളിൽ ഇത് കൊടുക്കണം. You please That is stop, wrong. Libin. You please stop. You have given enough time to state your arguments. And moreover that you have interfered in the face of Thomas as well as my time. It is not good. ഒരു ജനാധിപത്യ മര്യാദയ്ക്ക് വേണ്ടി അത് ശരിയല്ലത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ജനാധിപത്യ മര്യാദ പറഞ്ഞുകൊണ്ട് മാത്രം പറയുകയാണ്, ഇന്റർഫിയർ ചെയ്യുന്നതല്ല. ഈ ഒരു ക്ലോസ് റൂമിൽ നടത്തുന്ന ജനാധിപത്യമാണോ? എന്റെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഇൻവിറ്റേഷൻ എടുക്കാതെ ജനാധിപത്യമാണോ? അതിനുശേഷം കൺക്ലൂഡ് ചെയ്യുന്നത് താങ്കളാണ്. ഇത് രജിസ്ട്രേഷൻ ഫോം ഇഷ്യൂ ആയിട്ട് ഗൂഗിൾ ഫോം ഇഷ്യൂ ആയിട്ടാണ് ഇതിനകത്തുള്ള ആൾക്ക് പാർട്ടിസിപ്പൻസിനെ സെലക്ട് ചെയ്തത്. ഗൂഗിൾ ഫോമിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇമെയിൽ വിട്ടിട്ട് കൺഫർമേഷൻ കിട്ടിയ ആൾക്കാർക്ക് ഒന്നേ വരാൻ പറ്റിയിട്ടില്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഐ എം നോട്ട് ബ്ലഫിംഗ്. ആൾക്കാർ കേൾക്കുക, കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഇല്ല, അത് അങ്ങനെ ധാരണയില്ല സുലിബിൻ, അത് പറയരുത്. അങ്ങനെ വന്നിട്ടില്ല, അങ്ങനെ പറയാൻ നിൽക്കരുത്. തോമസ്, താങ്കൾ പറയുന്നത് റെക്കോർഡാണ്. സാർ സ്റ്റഡി കൺക്ലൂഡ് ചെയ്യും, ഡിബേറ്റ് കൺക്ലൂഡ് ചെയ്യും. ഹലോ സാർ, ഡിബേറ്റ് കൺക്ലൂഡ് ചെയ്യാം സാർ. ഡിബേറ്റ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. കൂടുതൽ നോ മോർ ആർഗ്യുമെന്റ്സ്, നോ മോർ ക്വസ്റ്റ്യൻ, നോ മോർ ക്ലാരിഫിക്കേഷൻ. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവരും കൃത്യമായി കേട്ടു. ആരുടെ സ്റ്റാൻഡ് ആണ് ശരിയല്ല, ആരുടെ സ്റ്റാൻഡ് തെറ്റ് എന്നുള്ളത് ഇത് കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇത് വ്യൂ ചെയ്തിട്ടുള്ള എല്ലാ പാർട്ടിസിപ്പൻസും അതുപോലെ തന്നെ സ്ട്രീമിങ്ങിൽ ഉണ്ടായിരുന്നു കണ്ടിട്ടുള്ള പൊതുജനങ്ങളും മനസ്സിലാക്കും. അപ്പൊ അത് അവരുടെ ഒരു ഫൈനൽ കൺക്ലൂഷൻ അവർക്ക് വേണ്ടി വിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ചർച്ചകൾ, ആരോഗ്യപരമായ ചർച്ചകൾ വീണ്ടും REH കണ്ടക്ട് ചെയ്യും. ആരോഗ്യപരമായ ചർച്ചകൾ ഇനി നടത്തരുത്. കാര്യം ഈ കേട്ട് ഇരുത്തിട്ട് അവർക്കൊന്നും ഒരു ചോദ്യം അത് കറക്റ്റ് ആണ്. ചോദിക്കുന്ന ആൾക്കാർ ഈ ഒരു ഡിബേറ്റിന്റെ കാര്യങ്ങൾ ആദ്യം തന്നെ കൃത്യമായി പറഞ്ഞിരുന്നു. ഇതിനകത്ത് മറച്ചു വെച്ചിട്ടൊന്നുമില്ലല്ലോ. സോ നല്ല ഈ സെഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. രണ്ട് പാനലിസ്റ്റിനും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സെഷൻ ഇവിടെ ചർച്ച നടത്തേണ്ടത്. എന്നിട്ട് ജനാധിപത്യ മര്യാദ പറഞ്ഞാൽ കറക്റ്റ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, ഇത് ജനാധിപത്യമല്ല, ഇത് ക്ലോസ് റൂമിൽ നടന്ന ഡിസ്കഷൻ ആണ്. ഈ പഠനം കപടമാണ്. ദാറ്റ്സ് ദ ഫൈനൽ കൺക്ലൂഷൻ. താങ്ക് യു. That is not the conclusion. അതല്ല conclusion. You are a panelist and you cannot conclude the session. And you are not a judge, Mr. Suresh. You are not a judge. You are just a moderator. The moderator ആണ്. You are just a moderator. Coordinate ചെയ്യുന്ന moderator ആണ്. അത് കൺക്ലൂഷൻ പറയാൻ നിങ്ങൾക്ക് പാനലിസ്റ്റിന് അവകാശമില്ല. നിങ്ങൾക്കുമില്ല. You are just a moderator. You are just supposed to keep time. You are not allowed to talk, Mr. സോ നമുക്കിവിടെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി ഡോക്ടർ ജെറാൾഡിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ഡോക്ടർ ജെറാൾഡ്, പ്ലീസ്. Thank you, sir. Hello, Dr. Libin, and hello, Dr. Thomas and Dr. Suresh. Good afternoon. So I feel it is a new beginning, and ഈ പറയുന്ന ഹീറ്റ് ഓഫ് ഡിബേറ്റ്, ഇങ്ങനെ ഒരു ഹീറ്റ് ഓഫ് ഡിസ്കഷൻ ഓർ ഓഡേഷ്യസ് ഡിസ്കഷൻസ് പൊതുവെ സാധാരണ സംഭവിക്കാറില്ല. ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ മെനി ഏരിയ. പക്ഷെ ഇത് വൺ ഓഫ് ദ ഫസ്റ്റ് കൈൻഡ് ഇൻ RIH ആക്ടിവിറ്റി. ബട്ട് I would like to personally tell Dr. Libin, you are not an enemy for us. You are like an ally only. We continue to learn from you. ഇത് ഒരു റിസർച്ചിന്റെ ഒരു പെർവ്യൂവിൽ വരുന്ന ഒരു ഡിസ്കഷൻ മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇറ്റ് ഇസ് എ സോഴ്സ് ഓഫ് ലേണിംഗ്. ഡെഫിനറ്റ്ലി മിസ്റ്റേക്സോ അല്ലെങ്കിൽ അതിന്റെ ഒരു റിസർച്ചിന്റെ ഒരു ഭാഗമാണ്. ഒരു പേപ്പർ കനോട്ട് കംപ്ലീറ്റ്ലി ഡിഫൈൻ ഹോമിയോപ്പതി ഓർ അലോപ്പതി എനിത്തിങ്. അതൊരു പേപ്പറിന്റെ ഭാഗമാണ്. അപ്പോൾ we feel the discussion should be on the paper but not the homeopathy as a whole. And I consider such debates are like a vantage points to understand the ongoing issue or a conflict. എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ആ കോൺഫ്ലിക്റ്റ് തന്നെയാണല്ലോ നമ്മുടെ ലൈഫിന്റെ എസെൻസ്. So from that conflicts, when by overcoming this conflict only we actually evolve. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഡിബേറ്റ്സോ ഹോമിയോപ്പതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ആൻഡ് അവഗാഡ്രോ ഡിസ്കഷൻസ് ഒക്കെ ഇറ്റ്സ് ഹാപ്പനിങ് സിൻസ് ഹാനിമാൻ ഇൻവെന്റഡ് ഹോമിയോപ്പതി.
But in a debate, I feel whatever the mutual respect, openness, friendship, and the knowledge-seeking attitude will be the other dictum. Anyway, science in the dictatil authenticity and the dictum. But for a debate, I think a mutual respect and openness will be there. അപ്പോൾ ആ ഓപ്പൺനെസ് ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. Though there were so many of heated debates with it, because Dr. Libin as well, Dr. Thomas as well, they had the mutual attitude to show some kind of gesture to invite both of us. ഇത് പൊതുവെ ഞങ്ങൾ അറിയാത്ത പല മേഖലയിലാണ് ഈ ഡിസ്കഷൻസ് നടക്കുന്നത്. I think the participants will be benefited. I thank all of them who had been giving support to Dr. Libin as well as Dr. Thomas. Either a discussion not between the not only between the two individuals, I think it is between the two ideology of medical system. ഇത് ഇവിടെ അവസാനിക്കുന്നില്ല. As Dr. Suresh said, പറഞ്ഞതിൽ പങ്കെടുത്ത എല്ലാവർക്കും RIH എന്ന ഭാഗത്തിൽ നിന്നും ഹൃദയമായിട്ടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ.